കർത്താവ് സഹായിക്കട്ടെ. മാറ്റങ്ങൾ ആഗ്രഹങ്ങളിൽ മാത്രം ഒതുങ്ങരുത്. മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കേണ്ടത് നമ്മളാണ്. പലപ്പോഴും ഒത്തിരി പേർക്ക് ആഗ്രഹമുണ്ട് മാറണമെന്ന്, പക്ഷെ അതിന് വില കൊടുക്കാൻ തയ്യാറല്ല. ഞാനവിടെ രണ്ട് കാര്യം പറയാം. ഒന്ന്, തുടങ്ങാതെ ഒന്നും പൂർത്തീകരിക്കാൻ നമുക്ക് പറ്റുകയില്ല, ഇല്ലേ? തുടങ്ങാതെ ഒന്നും പൂർത്തീകരിക്കാൻ പറ്റുകയില്ല. നമുക്ക് ഒത്തിരി സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഉണ്ട്, പക്ഷേ നമുക്ക് തുടങ്ങാൻ താല്പര്യമില്ല. ഇന്ന് നിങ്ങൾ കാണുന്ന എല്ലാ വയലും ഒരിക്കൽ തരിശു ഭൂമികളായിരുന്നു. ഉണ്ടായിരുന്ന കാടുണ്ടായിരുന്ന പല പാഴ്ചെടികളും നിറഞ്ഞിരുന്നൊരിടം. അതൊരു രാവിലെ നോക്കിയപ്പോഴത്തേനൊരു വയലായി മാറിയില്ല. അവിടെ പ്രയത്നം ഉണ്ടായിട്ടുണ്ട്, എഫേർട്ട് ഉണ്ടായിട്ടുണ്ട്. കല്ല് പെറുക്കിക്കളഞ്ഞു, കുറ്റിയെല്ലാം പറിച്ചു കളഞ്ഞു, എല്ലാറ്റെയും നിരത്തി ഇളക്കി മറിച്ചു, അവിടെ വിത്തിട്ടു. അതാണ് വയലായി മാറിയത്. കേൾക്കുന്നോ? അതുകൊണ്ട് ആഗ്രഹം പോരാ, തുടങ്ങണം. തുടങ്ങിയാൽ മാറ്റങ്ങൾ ഉണ്ടാവാതിരിക്കില്ല. രണ്ട്, എന്നു തുടങ്ങണം? ആ ചോദ്യം പ്രസക്തമാണ്. നമ്മെ ഏറ്റവും കൂടുതൽ വഞ്ചിക്കുന്നൊരു വാക്കുണ്ട്, നാളെ എന്ന വാക്ക്. ഞാൻ നിങ്ങളോട് പറയട്ടെ, മനുഷ്യ ജീവിതത്തെ ഇത്രയും വഞ്ചിക്കാൻ കഴിയുന്നൊരു വാക്കില്ല, നാളെ എന്ന വാക്ക് പോലെ. പക്ഷേ ജീവിതത്തെ ഇന്നെന്നുള്ള വാക്ക് ഒരു മനുഷ്യൻ കേട്ടാൽ അതുപോലെ അനുഗ്രഹിക്കപ്പെടുന്ന ഒരു സമയവും ഉണ്ടാകില്ല. അതുകൊണ്ട് നമ്മൾ ഇന്നയുടെ പ്രവർത്തകരാണ്. കേൾക്കുന്നുണ്ടോ? നാളെ ആവരുത്. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്നത്, ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നു എങ്കിൽ നാളത്തേക്ക് തിരുത്തൽ വേണ്ട. കാരണം എന്നാണ് മടങ്ങിപ്പോകുന്നതെന്ന് അറിയാത്ത യാത്രക്കാരാണ് നമ്മൾ. എത്ര കാലം ഈ ഭൂമിയിൽ ഉണ്ടാകും? ഈ കഴിഞ്ഞ ദിവസങ്ങൾ കുറച്ച് നിങ്ങൾ ചിന്തിച്ചാൽ അറിയാം. ഭൂമിയിൽ ആയുസ്സോടെ ആരോഗ്യത്തോടെ പ്രതീക്ഷയോടെ ഉണ്ടായിരുന്ന ഒട്ടനവധി പേർ മടങ്ങിപ്പോയ ലോകത്തേക്കാണ് നമ്മളും ജീവിക്കാൻ ഇറങ്ങുന്നത്. അപ്പോ നാളെയാവട്ടെ എന്ന ചിന്ത കൊണ്ട് മാറ്റിവെക്കേണ്ട ഒന്നും ജീവിതത്തിൽ നമുക്കുണ്ടാവരുത്. ഇന്നേ തുടങ്ങണം. നാളെയല്ല ദിവസം, ഇന്നയാണ് ശുഭതയുടെ ദിവസം. കർത്താവ് അതിന് നിങ്ങൾക്ക് കൃപ നൽകട്ടെ. തീർച്ചയായും ഈ പഠനം നിങ്ങളെ കൂടുതൽ കരുത്തുള്ളവരാക്കും, ബലമുള്ളവരാക്കി തീർക്കും എന്നെനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. ആ ബോധ്യത്തോടെ തിരുവെഴുത്തിന്റെ മുമ്പിലേക്ക് നാം വരികയാണ്. ഇന്ന് നമുക്ക് ഒന്നിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്നത് റോമലേഖനം 1-ാം അധ്യായം 14, 15, 16 വാക്യങ്ങളിലെ കിടക്കുന്ന സുവിശേഷ പോരാളി എന്ന ഒരു വാക്കാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ബൈബിൾ തുറക്കണം. റോമലേഖനം 1-ാം അധ്യായം 14, 1-ാം അധ്യായം 15, 1-ാം അധ്യായം 16 വാക്യങ്ങൾ. ആ വാക്യങ്ങളൊന്ന് വായിക്കാം. യവനന്മാർക്കും ബർബരന്മാർക്കും ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും ഞാൻ കടക്കാരനാകുന്നു. അങ്ങനെ റോമയിലുള്ള നിങ്ങളോടും സുവിശേഷം അറിയിപ്പാൻ എന്നാലാവോളം ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തി ആകുന്നുവല്ലോ. മതി. ഞാൻ ഈ രാത്രി ഈ ഒരു ചിന്ത നിങ്ങളുടെ അകത്തേക്ക് കൊണ്ടുവരികയാണ്. ഉന്നതമായ സന്ദേശത്തെ വില കുറച്ച് കാണുന്നവരായി നമ്മൾ മാറരുത്. സുവിശേഷം എന്ന വാക്ക് മനുഷ്യൻ തെറ്റിദ്ധരിക്കുമ്പോൾ സുവിശേഷം എന്ന വാക്കിന്റെ അർത്ഥത്തെ നമുക്ക് തിരിച്ചറിയാതെ പോകാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശത്തെ പ്രാധാന്യത്തോടെ കാണാൻ ഈ ക്ലാസ് നമുക്ക് ഇടവരുത്തണം. ഈ ചിന്തയുടെ വിശദാംശത്തിലേക്ക് പോകുകയാണ്. നമുക്ക് 3 കാര്യങ്ങളാണ് ഈ 3 വാക്യങ്ങളിലായിട്ട് കാണാൻ കഴിയുന്നത്. 14-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്, ഐ ആം എ ഡെപ്റ്റർ. ഞാൻ ഒരു കടക്കാരനാണ്. കണ്ടോ? 14-ാം വാക്യം, ഞാൻ ഒരു കടക്കാരനാണ്. എന്താ കടം? മറ്റൊരാൾക്ക് കൊടുത്തു വീട്ടാനുള്ളത് എൻ്റെ കയ്യിൽ ദൈവം ഏൽപ്പിച്ചു. മറ്റൊരാളെ ഏൽപ്പിക്കാനുള്ളത് ദൈവം എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. ആ ഏൽപ്പിക്കപ്പെട്ടത് മറ്റൊരാളിൽ എത്തുവോളം ഞാനൊരു കടക്കാരനാണ്. ഞാൻ പിന്നീട് തന്നെ വിശദമാക്കിക്കോളാം. 2-ാമത്തെ വാക്ക് 15-ാം വാക്യം കണ്ടോ? പൗലോസ് പറയുകയാണ്, ഐ ആം റെഡി. ഞാൻ സന്നദ്ധനാണ്, ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. വാക്ക് കണ്ടോ? ഒന്ന്, ഞാൻ കടക്കാരനാണ്. 2, താൻ പറയുകയാണ് ഐ ആം റെഡി, ഞാൻ സന്നദ്ധനാണ്.
മൂന്നാമത്തെ വാക്ക് കണ്ടോ? 16-ാം വാക്യം. ഐ എം നോട്ട് അഷെയിംഡ്. ഞാൻ സുവിശേഷത്തെക്കുറിച്ച് ലജ്ജിക്കുന്നില്ല. അപ്പൊ 3 വാക്കുകൾ 3 വാക്യങ്ങളിലായി കിടക്കുന്നത് ആ മനുഷ്യന്റെ സുവിശേഷത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിന്റെ ആഴമാണ്. 1, ഞാൻ കടക്കാരനാണ്. 2, ഞാൻ സന്നദ്ധനാണ്. 3, ഞാൻ ഈ സുവിശേഷത്തെക്കുറിച്ച് ലജ്ജിക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, മറ്റു പലരുടെയും കയ്യിൽ ഏൽപ്പിക്കാത്തത് ദൈവം നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സുവിശേഷം മറ്റൊരാളോട് പറയേണ്ടത് ആരെന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരേ ഉള്ളൂ: കർത്താവിനെ അറിഞ്ഞവർ പങ്കുവെക്കണം. അറിഞ്ഞവർ ഈ സത്യത്തെ മാറ്റിവെക്കരുത്. രക്ഷ സത്യമാണെങ്കിൽ നമ്മൾ പങ്കുവെക്കാതിരിക്കില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ദിവസേന യാത്ര ചെയ്യുന്ന വഴിയിൽ പെട്ടെന്ന് ഒരു ബ്ലോക്കോ പ്രയാസമോ ഉണ്ടായാൽ നിങ്ങൾ പോകുന്ന വഴിയിൽ വരാൻ ആഗ്രഹിക്കുന്നവർ വിളിച്ചു പറയല്ലേ, ഇതുവഴി വരരുതെന്ന്? വഴിമാറി പോകാൻ പറയില്ലേ? കേവലം വഴിയിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായി അല്പസമയം ബ്ലോക്ക് ആകുമ്പോൾ വേണ്ടപ്പെട്ടവർക്ക് എത്തേണ്ട സമയത്ത് എത്തേണ്ടിടത്ത് എത്താൻ കഴിയാതെ പോകുന്നു എന്ന നമ്മുടെ ബോധ്യം നമ്മൾ വിളിച്ചു പറയല്ലേ, അതുവഴി പോകരുത്, അല്ലേ? തകർന്ന പാലമുണ്ടെങ്കിൽ അതുവഴി പോകരുതെന്ന് പറയും, മറ്റൊരു വഴിക്ക് പോകാൻ പറയും. പറയുമോ? ബോധ്യങ്ങൾ നമ്മെ സംസാരിപ്പിക്കും. കർത്താവുമായുള്ള വ്യക്തിബന്ധത്തിലേക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ബോധ്യം എന്ന് പറയുന്നത്, കർത്താവ് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചത് ഞാൻ മറ്റുള്ളവർ കയ്യിലേൽപ്പിക്കും. സഹോദരങ്ങളെ, കടക്കാരായിട്ട് ഇവർ ഈ ലോകം വിട്ടു പോകാൻ ആർക്കും ഇടവരുത്. ഞാൻ 1-2 സ്റ്റേറ്റ്മെന്റുകൾ അതിനുള്ള ബന്ധത്തിൽ വായിക്കാം, അതൊന്ന് കേൾക്കണേ. എല്ലാവർക്കും വേണ്ടി ഞാൻ സ്വീകരിച്ചത് എല്ലാവരിലും എത്തുവോളം ഞാൻ കടക്കാരനാണ്. കേൾക്കൂ, എല്ലാവർക്കും വേണ്ടി ഞാൻ സ്വീകരിച്ചത് എല്ലാവരിൽ എത്തിക്കുവോളം ഞാൻ കടക്കാരനാണ്. ചെയ്തത് വലിയ കാര്യങ്ങളാ, പക്ഷെ ചെയ്യാനുള്ളത് അതിനേക്കാൾ വലുതാണെന്ന് പൗലോസിന് ബോധ്യമുണ്ട്. നമ്മൾ പലപ്പോഴും ഇന്നലകളിൽ ചെയ്ത കാര്യങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കി നമ്മളൊരു ബോസ്റ്റിംഗ് സോണിലെത്തും. ഇതൊക്കെ ഞാൻ ചെയ്തതാ. പക്ഷേ മുമ്പോട്ടുള്ള കാര്യങ്ങളെ ചെയ്യാനുള്ളവയെ കുറിച്ചുള്ള ബോധ്യമാണ് ഒരാളെ ആക്റ്റീവ് ആക്കുന്നത്. ഒന്നുകൂടി ഞാൻ പറയട്ടെ, പലപ്പോഴും പാസീവായ ഇന്നലകളിൽ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് വലിയ പ്രശംസ ഉണ്ടാകുമ്പോൾ അവിടെ ഒരു തരം പ്രശംസ ഉണ്ടാക്കുന്ന തിരിഞ്ഞു നോക്കുന്നത് ഒത്തിരി പേരുടെ ജീവിതത്തിന്റെ പ്രത്യേകതയാണ്. പക്ഷെ മുന്നോട്ട് നോക്കുന്നവരുടെ പേരാണ് ദർശനമുള്ളവർ. കേൾക്കുന്നുണ്ടോ? നമ്മുടെ നടുവിലൊക്കെ പലർക്കും കിട്ടുന്ന അവസരം അവർ തിരിഞ്ഞു നോക്കിയിട്ട് ഞാൻ എന്തോ ഒരു സംഭവമാണെന്ന് പറയുമ്പോൾ മുമ്പിലുള്ള ഉത്തരവാദിത്വത്തെ കുറിച്ച് പലപ്പോഴും അത് അവർക്ക് മനസ്സിലാകുന്നില്ല എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഓർത്തോണം, മറ്റൊരാൾക്ക് മുമ്പിൽ കൊടുക്കാനുള്ളത് കർത്താവ് നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഏൽപ്പിക്കപ്പെട്ടതിനെ മറ്റുള്ളവരിൽ എത്തിക്കുവോണം നമ്മൾ ഒരു കടക്കാരനാണ്. കടം വീട്ടിയിട്ട് പോകണം ഈ ഭൂമിയിൽ നിന്ന് മടങ്ങിപ്പോകാൻ. കേൾക്കുന്നുണ്ടോ? ഏൽപ്പിച്ചത് ചെയ്യാതെ പോകരുത്. മറ്റൊരാൾ എത്തിക്കാതെ നാം ഈ ലോകം വിട്ടു പോയാൽ അവിടെ ചെല്ലുമ്പോൾ കർത്താവ് നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: മറ്റുള്ളവരെ ഏൽപ്പിച്ചത് എന്തുകൊണ്ട് നീ ചെയ്തില്ല? കേൾക്കൂ, ഒരു പോസ്റ്റ്മാന്റെ കയ്യിൽ നമുക്ക് കിട്ടുന്ന ഒരു എഴുത്ത്, ഒരു പ്രധാനപ്പെട്ട ലെറ്റർ അദ്ദേഹം നമുക്ക് തരാതെ മാറ്റിവെച്ചാൽ നിങ്ങളും ഞാനും നിശബ്ദമായിരിക്കുമോ? നമുക്ക് ചെയ്യാൻ പറ്റുന്ന നിയമവസ്തുതകളുടെ അദ്ദേഹത്തിനെതിരെ പോരാട്ടം കഴിക്കുകയല്ലേ? നമ്മൾ വാക്കുകൊണ്ട് അദ്ദേഹത്തെ എതിർക്കില്ലേ? നിയമം കൊണ്ട് ആ മനുഷ്യന്റെ ജീവിതത്തെ മുമ്പോട്ട് വിടാൻ ഇനി നമ്മൾ അനുവദിക്കുവോ? ഈ തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ എന്തൊക്കെ നമ്മെ കൊണ്ട് ചെയ്യിക്കാമോ അത് മുഴുവൻ നാം ചെയ്തിരിക്കും. കാരണം നമുക്കറിയാം ഇത് വിലപ്പെട്ട ഒരു കാര്യമാണ്. ദൗത്യ ലംഘനം എന്ന് പറയുന്നത് ദൈവം ക്ഷമിക്കുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് ഭയപ്പെടുത്താൻ വേണ്ടിയല്ല ഞാൻ പറയുന്നത്. രക്ഷിക്കപ്പെട്ടത് ശരിയാണെങ്കിൽ പ്രിയപ്പെട്ടവരോട് കർത്താവിനെ കുറിച്ച് പറയാൻ നമുക്ക് വിഷമമൊന്നും വേണ്ട കേട്ടോ. അതിന് ദീർഘമായ സ്റ്റേറ്റ്മെന്റുകളൊന്നും വേണമെന്നില്ല. ഞാൻ ഈ ക്ലാസ്സിൽ അല്പം ചില ചിന്തകളിലേക്ക് കൂടെ നിങ്ങളെ അങ്ങനെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. ഒന്ന് വായിച്ചേ ഇതേ പുസ്തകം, റോമാലേഖനം 15-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം തൊട്ടുകൂടെ നമ്മളൊന്ന് വായിക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുന്നതിന് പലപ്പോഴും മുടക്കം വന്നു. ഇപ്പോഴോ എനിക്ക് ഈ ദിക്കുകളിൽ ഇനി സ്ഥലമില്ലായികയാലും അങ്ങോട്ട് വരുവാൻ അനേക സംവത്സരമായി വാഞ്ച ഉണ്ടാകൊണ്ടും ഞാൻ സ്പാനിയയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ പോകുന്ന വഴിക്ക് നിങ്ങളെ കാണുവാനും ആദ്യം നിങ്ങളെ കണ്ട് സന്തോഷിച്ച ശേഷം നിങ്ങളാൽ യാത്ര അയക്കപ്പെടുവാനും ആശിക്കുന്നു.
എനിക്ക് ഇപ്പോഴോ ഈ ദിക്കിൽ മതി, ഈ ദിക്കിൽ എനിക്ക് സ്ഥലമില്ല. എത്തേണ്ടിടത്ത് മുഴുവൻ ഞാൻ ഈ ദൗത്യം നിർവഹിച്ചു കഴിഞ്ഞു. ഇനി എത്തിക്കാനുള്ള ഇടത്തെക്കുറിച്ചുള്ള ബോധ്യം എനിക്കുണ്ട്. കേൾക്കൂ, പൗലോസ് പറയുന്നു, എന്നിലെ കടക്കാരൻ എന്നെ നിർബന്ധിക്കുക. എന്തിനാണെന്നറിയാമോ? ദൗത്യം പൂർത്തീകരിച്ചിട്ടേ പോകാവൂ എന്നോട് പറയുക. നിങ്ങൾ കേൾക്കൂ, ആ ചിന്തകൾ പുരോഗമിക്കുമ്പോൾ പൗലോസ് ഇങ്ങനെ പറയുകയാണ്, ജ്ഞാനികൾക്കും അജ്ഞാനികൾക്കും വിദ്യയുള്ളവർക്കും വിദ്യാവിഹീനർക്കും ഒരു സുവിശേഷം എന്ന നിലയിൽ എൻ്റെ കടപ്പാട് മുഖം നോക്കാതെയുള്ള സന്ദേശ വിതരണമാണ്. കേൾക്കണേ, തള്ളപ്പെട്ടതിനെയും തകർക്കപ്പെട്ടതിനെയും ഉപേക്ഷിക്കപ്പെട്ടതിനെയും ആർക്കും വേണ്ടാത്തതിനെയും ദൈവത്തിന് വേണമെന്ന് പറയുന്ന സന്ദേശത്തിന്റെ പേരാ സുവിശേഷത്തിന്റെ സന്ദേശം. തള്ളപ്പെട്ടതിനെയും അന്ധമായതിനെയും മനുഷ്യൻ മാറ്റി നിർത്തിയതിനെയും ഗുണം വരില്ലെന്ന് പറഞ്ഞതിനെയും ചേർത്ത് നിർത്തുന്ന സന്ദേശത്തിന്റെ പേരുണ്ടല്ലോ, അതിന്റെ പേരാ സുവിശേഷം. കേൾക്കുന്നുണ്ടോ? അതിർത്തികൾ കെട്ടുന്ന മനുഷ്യന് അതിർത്തികൾ വിച്ഛേദിച്ച് ചെന്ന് അവരെ ഒന്നാക്കി തീർക്കാൻ ഈ പ്രപഞ്ചത്തിലുള്ള സന്ദേശമുണ്ടെങ്കിൽ ഞാൻ അഭിമാനത്തോടെ പറയുന്നു, അത് സുവിശേഷത്തിന്റെ സന്ദേശമാണ്. മാനവികതയുടെ സന്ദേശമാണ്. മഹത്വമാർന്ന സന്ദേശമാണ്. ഈ സന്ദേശം നമ്മൾ ഏറ്റെടുക്കുന്നതിൽ അഭിമാനിക്കണം. യഹൂദൻ ശമര്യരെ മാറ്റി നിർത്തിയതാ, സമ്മിശ്ര ജാതി എന്നവരെ വിളിച്ചതാ, അവരുടെ വർഗത്തെയും കുലത്തെയും അടച്ചാക്ഷേപിച്ചതാ. ഒരു യഹൂദൻ അവന്റെ ഗലീലയിൽ നിന്നും അവൻ ശമര്യയിലേക്ക്, അവൻ ഗലീലയിൽ നിന്നും അവൻ യെരൂശലേമിലേക്ക് പോകണമെങ്കിൽ ശമര്യയിൽ കൂടെ പോവുകയില്ല. നിങ്ങളെ ബൈബിളിന്റെ പുറകിൽ ഒരു മാപ്പ് ശ്രദ്ധിച്ചാൽ അറിയാം. യേശുവിന്റെ കാലത്തെ പലസ്തീൻ എന്ന് പറയുന്ന ഒരു മാപ്പുണ്ട്. ആ മാപ്പ് കണ്ടാൽ അറിയാം, 3 ഡിവിഷനാ. മേലെ ഗലീല, നടുക്ക് ശമര്യ, താഴെ യഹൂദ്യ. ഒരുവൻ യഹൂദ്യയിൽ നിന്ന് ശമര്യയിലേക്ക് പോകണമെങ്കിൽ നേരെ പോകാൻ വഴിയുണ്ട്. പക്ഷെ ഇടയ്ക്കുള്ള ശമര്യനെ അവർക്ക് അതുവഴി പോകാൻ അവർ താല്പര്യപ്പെട്ടില്ല. കാരണം അവർ സമ്മിശ്ര ജാതിയാണ്, അവർ പാപികളാണ്, അവരുമായി സമ്പർക്കം ഉണ്ടാകുന്നില്ല. ഇതറിയണമെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ യേശു കർത്താവ് ഒരു ശമര്യക്കാരിയോട് വെള്ളം കുടിക്കാൻ ചോദിച്ചപ്പോൾ അവർ പറയുന്ന ഒരു ചോദ്യം പ്രസക്തമല്ലേ? നീ ഒരു യഹൂദനല്ലേ? ഞാൻ ശമര്യക്കാരിയല്ലേ? എന്താ ഇങ്ങനൊക്കെ? കേൾക്കുന്നുണ്ടോ? ഈ ഒരു ചിന്ത ഉൾപ്പെട്ട് നിൽക്കുന്ന നാട്ടിലായിരുന്നു പ്രവൃത്തി 8-ലേക്ക് നാം വരുമ്പോൾ കാണുന്ന സംഭവം. പ്രവൃത്തി 8-ലേക്ക് നാം വരികയാ. 8-ലേക്ക് വരുമ്പോൾ ഫിലിപ്പോസ് എന്ന് പറയുന്ന സുവിശേഷകൻ, അദ്ദേഹം ഒരു പാസ്റ്റർ അല്ല, അദ്ദേഹം ഒരു സുവിശേഷകനാണ്. ഫിലിപ്പോസ് എന്ന് പറയുന്ന സുവിശേഷകൻ ആത്മകാഴ്ചപ്പാട് പ്രാപിച്ചിട്ട് നേരെ പോയത് ആർക്കും വേണ്ടാത്ത ശമര്യരുടെ അടുക്കലേക്കാ. നോക്കണേ, പോക്കറ്റ് നോക്കിയോ കഴിവ് നോക്കിയോ ചിലരെ തള്ളുകയും ചിലരെ സ്വീകരിക്കുകയും ചെയ്യുന്നതിന്റെ പേരല്ല സുവിശേഷം. സകല മനുഷ്യർക്കുമുള്ള രക്ഷയുടെ സന്ദേശമാണ് സുവിശേഷം. രണ്ടാമതൊന്നില്ലാത്ത ഏക സന്ദേശം, അതാണ് സുവിശേഷം. കേൾക്കുന്നോ? അല്പം വേദനയോടെ ഞാൻ ഈ വാക്ക് പറയാവേ. പണം ഉണ്ടാക്കാൻ 100 വഴികളുണ്ട്, പക്ഷെ രക്ഷയ്ക്ക് ഒറ്റ വഴിയേ ഉള്ളൂ, അതാ സുവിശേഷം. നിർഭാഗ്യവശാൽ പണമുണ്ടാക്കാനുള്ള ഒത്തിരി വഴി മനുഷ്യന് കിടക്കുമ്പോഴും സുവിശേഷത്തെ പണമുണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നവർ നമ്മുടെ നടുവിലുണ്ടെന്നുള്ളത് വേദനയുള്ളൊരു കാര്യമാണ്. സുവിശേഷം ധനമുണ്ടാക്കാനുള്ള മാർഗമല്ല, സുവിശേഷം രക്ഷയുടെ സന്ദേശമാണ്. കേൾക്കുന്നുണ്ടോ? ആ ഒരു ബോധ്യം നമ്മുടെ അകത്ത് എപ്പോഴും ഉണ്ടായിരിക്കണം. പൗലോസ് പറയുക, ഞാനൊരു കടക്കാരനാണ്. സഹോദരങ്ങളെ, ഈ ഭൂമിയിൽ നമ്മുടെ ദൗത്യം ഈ ഭൂമിയിൽ നിന്ന് നിറവേറ്റിയിട്ടേ മടങ്ങിപ്പോകാവൂ എന്നൊരു അപേക്ഷ കൂടെ എല്ലാ പ്രിയപ്പെട്ടവർക്ക് ഞാൻ നൽകുകയാണ്. എന്നെ ഏൽപ്പിച്ചത് ഞാൻ ചെയ്യണം. സ്തോത്രം. വീണ്ടും ജനിച്ച എല്ലാവരും ഈ രക്ഷയുടെ സന്ദേശത്തെ പങ്കുവയ്ക്കാൻ ബാധ്യസ്ഥരാണ്. ഞാൻ ആ ഭാഗം നിർത്തുന്നു. 2, ഐ ആം റെഡി. ഞാൻ സന്നദ്ധനാ. ആ വാക്ക് കണ്ടോ നിങ്ങൾ? ഒരുങ്ങിയിരിക്കുന്നെന്നാ പറഞ്ഞത്. ഐ ആം റെഡി അല്ലെ? ഒരു വില്ലിങ്നെസ്സിനെ പറയണേ. ആരാണ് നാം? നാം ആരാണ്? നമ്മൾ പലപ്പോഴും നമ്മുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ ഇഷ്ടപ്പെടുന്ന ഒരു പെന്റക്കോസ്റ്റൽ എന്ന, കുറച്ചുകൂടെ നമ്മൾ വിശദീകരിക്കുന്ന വിശ്വാസി എന്ന. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിന് ഈ ഭൂമിയിൽ തൻ്റെ പ്രവൃത്തികളെ ചെയ്യാൻ ആരെങ്കിലും ഒരാൾ തിരഞ്ഞെടുക്കപ്പെട്ടവരുണ്ടെങ്കിൽ ആ കൂട്ടത്തിൽപ്പെട്ടവരാ ഞാനും നിങ്ങളും.
നാം കർത്താവിനാൽ വിളിക്കപ്പെടുന്നത് സ്ഥാനാപതികൾ എന്ന പേരില്ല. ഒരു രാജ്യത്തിന്റെ അഭിമാനം കാത്തു സൂക്ഷിക്കുകയും ആ രാജ്യത്തിന്റെ പ്രതിനിധിയായി മറ്റുള്ളത്തെ അയക്കപ്പെടുകയും ചെയ്തവരാണ് ഞാനും നിങ്ങളും. അതുകൊണ്ട് ഓർത്തോണം, പൗലോസ് പറയുക, ഐ ആം റെഡി. ഒരു സൈനികനെ സംബന്ധിച്ചിടത്തോളം പുറപ്പെടാനുള്ള ആജ്ഞ കൽപ്പിക്കുമ്പോൾ ഉണ്ടാകുമ്പോൾ പറ്റില്ലെന്ന് പറയുന്നവനല്ലല്ലോ ഒരു പോരാളി. ഇന്ത്യൻ സൈന്യത്തിലെ ഓരോ ഇടത്തും അവരോട് കൽപ്പിക്കുന്നതിന് ചെയ്യുവാൻ ഒരു പോരാളി ഒരുക്കമാണെങ്കിൽ എന്നോടും നിങ്ങളോടുമുള്ള ദൈവത്തിന്റെ ശബ്ദത്തിന് മുമ്പിൽ അലസതയാവരുത്. നമുക്ക് മറുപടി, നമുക്ക് കർത്താവോട് പറയണം, കർത്താവേ ഞാൻ സന്നദ്ധന, അങ്ങയുടെ വചനത്തെ പങ്കുവെക്കുവാൻ ഞാൻ സന്നദ്ധന. ഒരുക്കമുള്ള ഒരു ഹൃദയത്തോടെ കർത്താവെ അങ്ങനെ ഈ കാലഘട്ടത്തിൽ ഉപയോഗിക്കണേ എന്ന് നമുക്ക് ഹൃദയപൂർവ്വം കർത്താവോട് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ശക്തനായ നാഥനാണ്. ജനത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങി വന്ന നാഥൻ, രക്ഷ നിവർത്തിച്ച നാഥൻ. അങ്ങനെയാണ് രക്ഷിക്കപ്പെടാൻ നമുക്ക് എല്ലാവർക്കും ഈ വില്ലിങ്നെസ് ഉണ്ടാവണം, ഈ റെഡിനെസ് നമുക്കുണ്ടാവണം. കർത്താവെ ഞാൻ സന്നദ്ധനാകട്ടോ, എനിക്ക് കിട്ടുന്ന അവസരങ്ങൾ മുഴുവൻ കർത്താവിനെ കുറിച്ച് പറയാൻ എനിക്ക് സന്തോഷമുണ്ട്. സഹോദരങ്ങളെ, തെളിയിക്കപ്പെടാത്ത കേവലം ഒരു ആശയമാണ് സുവിശേഷമെങ്കിൽ നിങ്ങൾ ലജ്ജിച്ചോളൂ, അത് പറയണ്ട. പക്ഷേ സുവിശേഷം മനുഷ്യനെ പണിയുന്നതാണെന്ന് തെളിയിക്കപ്പെട്ടതല്ലേ. എത്രയോ കുടുംബങ്ങളിൽ സുവിശേഷം കടന്നു വന്നപ്പോൾ മദ്യത്തിന്റെ കെട്ടുകൾ അഴിഞ്ഞിട്ടുണ്ട്. എത്രയോ വീടുകളിൽ സുവിശേഷം കടന്നു വന്നപ്പോൾ ആ കുടുംബം സ്വസ്ഥതയും സമാധാനം അനുഭവിച്ചിട്ടുണ്ട്. എത്രയോ വീടുകളിൽ സുവിശേഷ സന്ദേശം കടന്നു വന്നപ്പോൾ ആത്മഹത്യക്ക് വേണ്ടി ശ്രമിച്ചവർ ആത്മഹത്യ വിട്ടുമാറിയിട്ടുണ്ട്. അല്ലെ, ഇത്ര തെളിയിക്കപ്പെട്ടൊരു സന്ദേശം കൊള്ളില്ലെന്ന് നമ്മളോട് ആരാ പറഞ്ഞേ? മാനവികതയുടെ സന്ദേശം, മഹത്വപൂർണമായ സന്ദേശം, മനുഷ്യന്റെ രക്ഷയ്ക്കുള്ള സന്ദേശം, അതിന് തുല്യമായി മറ്റൊന്നില്ല. അപ്പൊ ഓർത്തോണം, കിട്ടുന്ന അവസരങ്ങളിൽ മുഴുവൻ അതിനെ പങ്കുവെക്കാൻ തൊക്കണം. ഐ ആം റെഡി. സ്തോത്രം. പൗലോസിനെ സംബന്ധിച്ചിടത്തോളം എവിടെ ചെന്നാലും കിട്ടുന്ന അവസരത്തിൽ മുഴുവൻ കർത്താവിനെ കുറിച്ച് പറയാൻ താൻ ശ്രമിച്ചു. പലപ്പോഴും നമ്മുടെ മഹത്വം പറയാൻ നാം സമയം കണ്ടെത്താറുണ്ടെന്നുള്ള സത്യമല്ലേ? അല്ലെ, നമ്മുടെ സംസ്കാരം, കേരളീയ സംസ്കാരം വലുതാണെന്ന് പറയാൻ നമ്മൾ പലപ്പോഴും നമ്മുടെ ഉള്ളിലൊരു തുടിപ്പുണ്ടാകാറില്ലേ? പക്ഷേ നമ്മെ രക്ഷിച്ച ആത്മനാഥൻ വലിയവനാണെന്ന് പറയാൻ നമുക്ക് എപ്പോഴെങ്കിലും ഒരു താല്പര്യം ഉണ്ടായിട്ടുണ്ടോ? സ്തോത്രം. പൗലോസ് പറയുക, ഞാൻ സന്നദ്ധനാണ്, ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. എല്ലാ സാഹചര്യങ്ങൾ എവിടെ കിട്ടിയാലും അവിടെയെല്ലാം ഞാൻ പറയുന്നു. ഒരു വാക്യം കൂടെ ഒന്ന് വായിക്കണേ. പ്രവർത്തികളുടെ പുസ്തകം, ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസ്, ചാപ്റ്റർ 21 verse 13, 21-ാം അധ്യായം 13-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിക്കണം. അതിനു പൗലോസ്, നിങ്ങൾ കരഞ്ഞ് എന്റെ ഹൃദയം ഇങ്ങനെ തകർക്കുന്നത് എന്ത്? കർത്താവായ യേശുവിന്റെ നാമത്തിനു വേണ്ടി ബന്ധിക്കപ്പെടുവാൻ മാത്രമല്ല, യെരുശലേമിൽ മരിപ്പാനും ഞാൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഹല്ലേലൂയ. ആ വാക്ക് കേട്ടോ. പോണ്ടെന്ന് പറഞ്ഞിടത്തോട്ട് പൗലോസ് പറയും, ഞാൻ പോകും. കാരണം പേടിച്ചു പിന്മാറില്ല ഞാൻ. എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഞാൻ ഇന്ന് പകലൊരു മിഷൻ മീറ്റിങ്ങിൽ, ചിറ്റൂർ ഡിസ്ട്രിക്റ്റിൻ്റെ ഒരു മീറ്റിങ്ങിൽ കർത്താവിൻ്റെ വനം പങ്കുവെച്ചപ്പോൾ ഞാൻ പറയുകയായിരുന്നു, പേടിച്ചു മാറിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ന് നാം കൈകളിൽ എന്തെന്ന ഈ പുസ്തകം നമ്മുടെ കൈ വരില്ലായിരുന്നു. കേൾക്കുന്നോ? അല്പം ബൈബിളിന്റെ ഭാഷാന്തരത്തിലേക്കൊന്ന് പോയാൽ, സാധാരണക്കാരന്റെ ഭാഷയായ ഇംഗ്ലീഷിലേക്ക് തിരുവെഴുത്തിനെ പരിവർത്തനം ചെയ്യുവാൻ ഇറങ്ങിത്തിരിച്ച വില്യം ടിൻഡേലും ജോൺ വിക്ലിഫും ഇവരെയൊക്കെ ചരിത്രത്തിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവാം. ഇവരെല്ലാം കൊല്ലപ്പെട്ടവരാ. അഭ്യസ്ത വിദ്യരായ ചെറുപ്പക്കാർ. ജനം തനതായ ഭാഷയിൽ ബൈബിൾ വായിക്കട്ടെന്ന് കരുതി ബൈബിളിന്റെ പരിഭാഷയ്ക്ക് വേണ്ടി ഇറങ്ങിയപ്പോൾ അധികാരവർഗവരോട് പറഞ്ഞു, ഇറങ്ങിയാൽ കൊന്നുകളയും. ഭീഷണികളെ ഭയപ്പെട്ടിരുന്നെങ്കിൽ അവർ പുറകോട്ട് മാറുമായിരുന്നു. കേൾക്കുന്നുണ്ടോ? അവർക്കെതിരെ ചെയ്യാവുന്നത് മുഴുവൻ ചെയ്തു. പക്ഷെ അവിടെ ദൗത്യത്തെ തടയാൻ ആർക്കും കഴിഞ്ഞില്ല. ഇവരിൽ പലരും നാടുകടത്തപ്പെട്ടു, പലരും കൊല്ലപ്പെട്ടു. വർഷങ്ങൾക്ക് ശേഷം അവരുടെ അസ്ഥിയെടുത്ത് വീണ്ടും ചുട്ടുകളഞ്ഞു. പ്രതികാരം തീർന്നില്ല. പക്ഷെ പുറകോട്ട് മാറിയില്ല അവർ.
അവർ പറഞ്ഞു, ഞങ്ങളുടെ ദൗത്യം ഞങ്ങൾ നിർവഹിച്ചേ പുറകോട്ട് മാറുകയുള്ളൂ. കേൾക്കുന്നുണ്ടോ? അതുകൊണ്ട് നമുക്കെപ്പോഴും ഒരു ഒരുക്കമുണ്ടാവട്ടെന്നേ. കർത്താവേ, അങ്ങയുടെ വചനത്തെ പങ്കുവെക്കാൻ കഴിയുന്ന ഒരു ഒരുക്കം. ഇതെങ്ങനെ, എന്തുകൊണ്ട് എന്നൊക്കെ ഞാൻ ഈ ക്ലാസ്സിൽ ഒന്ന് വിശദീകരിച്ച് നിർത്തണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്, കിട്ടുമെങ്കിൽ ഇന്നത്തെ സമയത്തിനുള്ളിൽ. അപ്പൊ ഒന്നാമത്തെ ചിന്ത കണ്ടോ, ഞാനൊരു കടക്കാരനാണ്. രണ്ടാമത്തെ ചിന്ത കണ്ടോ, ഞാൻ സന്നദ്ധനാണ്. മൂന്നാമത്തെ ചിന്ത കണ്ടോ, ഞാൻ സുവിശേഷത്തെ കുറിച്ച് ലജ്ജിക്കുന്നില്ല. എന്താ കാര്യം? സുവിശേഷം എന്ന് പറയുന്നത് മനുഷ്യൻ രക്ഷിക്കുന്നതാണ്. സുവിശേഷം ഒരു മനുഷ്യനെ തകർക്കുന്നതല്ല. സുവിശേഷം ഒരു മനുഷ്യൻ രക്ഷിക്കുന്നതാ. സുവിശേഷം ഒരു മനുഷ്യൻ ലക്ഷ്യബോധം നൽകുന്നതാ. സുവിശേഷം ഒരു മനുഷ്യനെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നതാ. രക്ഷിക്കുന്ന, ലക്ഷ്യബോധം നൽകുന്ന, വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്ന ഈ സുവിശേഷത്തെ കുറിച്ച് ഞാൻ എന്തിനു ലജ്ജിക്കണം? ആ മനുഷ്യൻ പറഞ്ഞു, തെല്ലൊരു അഭിമാനത്തോടുകൂടെ ഏതു മനുഷ്യന്റെ മുമ്പിൽ തല ഉയർത്തിപ്പിടിച്ച് ഞാൻ പറയും, ഐ ആം ആൻ ഇവാഞ്ചലിസ്റ്റ്, ഞാൻ ഒരു സുവിശേഷകനാണ്. ലോകമറിയപ്പെട്ട, അമേരിക്കയിൽ ആദരണീയനായ ബില്ലി ഗ്രഹാം ഉറക്കെ പ്രസ്താവിച്ചു, ഐ ആം ആൻ ഇവാഞ്ചലിസ്റ്റ്, ഞാൻ ഒരു സുവിശേഷകനാണ്. ലജ്ജിക്കേണ്ട സംഗതി ഇതിലൊന്നുമില്ല. അതേ പ്രിയപ്പെട്ടവരെ, മനുഷ്യനെ മനുഷ്യനായി കാണണമെന്ന് പഠിപ്പിക്കുന്ന മഹത്തായ സന്ദേശമാണ് സുവിശേഷമെങ്കിൽ, അല്ലേ? നിനക്കുള്ളത് ദരിദ്രനുകൂടെ പങ്കുവെക്കണമെന്ന് പഠിപ്പിച്ച മഹത്തായ സന്ദേശമാണ് സുവിശേഷമെങ്കിൽ, വിശക്കുന്നവന്റെ മേലെ കണ്ണടച്ചു കളയരുതെന്ന് പഠിപ്പിക്കുന്ന സന്ദേശമാണ് ക്രിസ്തുവിന്റെ ജീവിതവും ക്രിസ്തുവിന്റെ പഠിപ്പിക്കലുമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഇതിനെക്കുറിച്ച് എന്തിനാ നമ്മൾ വിഷമിക്കുന്നേ? സന്തോഷത്തോടെ പറയണം, സുവിശേഷത്തെ കുറിച്ച് ഞാൻ ലജ്ജിക്കുന്നില്ല. കാരണം ഇത് രക്ഷിക്കുന്ന ദൈവശക്തിയാണ്. കേൾക്കൂ, സുവിശേഷം ന്യായവിധിയുടേതല്ല, സുവിശേഷം രക്ഷയുടേതാണ്. ഗോസ്പൽ ഷെയറിംഗ് ഈസ് നോട്ട് ഷെയറിംഗ് ദ കൾച്ചർ. നമ്മുടെ കൾച്ചർ ഷെയർ ചെയ്യുന്നതല്ല സുവിശേഷം, ക്രിസ്തുവിനെ ഷെയർ ചെയ്യുന്നതാ. കേട്ടോ, ഒത്തിരി പേർക്ക് കേരള കൾച്ചർ തലക്ക് പിടിച്ചോണ്ട് സുവിശേഷം പങ്കുവെക്കുമ്പോൾ ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ കൾച്ചറിനെ കുറിച്ച് പറയും. കൾച്ചർ അല്ല സുവിശേഷം. യേശു എന്റെ പാപത്തിനു വേണ്ടി മരിച്ചു എന്നതാണ് സുവിശേഷം. കേൾക്കുന്നുണ്ടോ? അത് പങ്കുവെക്കുന്നതിൽ അഭിമാനമുണ്ടാവണം നമുക്ക്. സ്തോത്രം. അതുകൊണ്ട് പൗലോസ് പറയുക, ഞാൻ ഈ സുവിശേഷകൻ എന്ന് വിളിക്കപ്പെടുന്നതിലോ സുവിശേഷം പങ്കുവെക്കുന്നതിലോ ഞാൻ ഒട്ടും ലജ്ജിക്കുന്നില്ല. ആ മൂന്ന് ചിന്തകളൊന്നും അകത്തിട്ടെ. ഒന്ന്, പൗലോസ് പറയുകയാണ്, ഞാൻ ഈ സുവിശേഷത്തെ സംബന്ധിച്ച് ഒരു കടക്കാരനാണ്. മറക്കരുത് ഇന്നത്തെ ക്ലാസ്, ഞാനൊരു കടക്കാരനാണ്. രണ്ട്, സുവിശേഷം സംബന്ധിച്ച് ഞാൻ സന്നദ്ധനാണ്. മൂന്ന്, സുവിശേഷത്തെ കുറിച്ച് ഞാൻ ലജ്ജിക്കുന്നില്ല. എവിടെ ചെന്നാലും ഞാൻ പറയുന്നത്, രാജാവിന്റെ മുമ്പിലാണെങ്കിലും പ്രജയുടെ മുമ്പിലാണെങ്കിലും, ഒരു സൈനികന്റെ മുമ്പിലാണെങ്കിലും, നിങ്ങൾ ആരെന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ, ഞാൻ യേശുവിനെ പിൻപറ്റുന്നവരാ. യേശു ആരെന്ന് ചോദിച്ചാൽ ഞാൻ പറയും യേശു രക്ഷകനാണെന്ന്. കേട്ടോ, എൻ്റെ ഐഡന്റിറ്റി ഒരു യഹൂദനാണെന്നുള്ളതല്ല, എൻ്റെ ഐഡന്റിറ്റി ഞാൻ ദൈവ പൈതലാണ് എന്നുള്ളതാണ്. സഹോദരങ്ങളെ, നിങ്ങൾ പ്രൊഫഷണലി ഒരു എഞ്ചിനീയർ ആവാം, ഒരു നഴ്സ് ആവാം, ഒരു ഡോക്ടർ ആവാം, ഒരു സ്റ്റുഡന്റ് ആവാം, ആരുമാവട്ടെ, ലോകത്തിന്റെ മുമ്പിൽ നാം പരിചയപ്പെടുത്തുന്ന പ്രൊഫഷൻ വെച്ചാവരുത്. നമ്മുടെ ഐഡന്റിറ്റി നാം ദൈവമക്കൾ എന്നുള്ളത് തന്നെയാണ്. ആ ദൈവമക്കൾ എന്ന നിലയിൽ നാം അഭിമാനത്തോടുകൂടെ ഈ രക്ഷാ സന്ദേശത്തെ മറ്റുള്ളവർ പറയാൻ കൂടെ ഉള്ളത്തിൽ തുടിപ്പ് വേണം. സ്തോത്രം. അല്ലേ? നമ്മളൊക്കെ ഈ സുരക്ഷിത മേഖല ഇരുന്നിട്ട്, നമ്മളൊക്കെ സൗകര്യമുള്ളൊരിടത്ത് ഇരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നില്ലെങ്കിൽ അത് വിഷമമുള്ളൊരു കാര്യമാണ്. എനിക്ക് പരിചയമുള്ളൊരു സഹോദരി അയർലൻഡിലുണ്ട്. സുവിശേഷ തൽപരയാണ് അവൾ. നാട്ടിൽ വെച്ച് ഒത്തിരി പേരോട് കർത്താവിന്റെ വചനം പറയും. 2 മാസം മുമ്പ് അവൾ കർത്താവിന്റെ വചനം ഒരു ഐറിഷ് സ്ത്രീയോട് പറഞ്ഞ്, ആ സ്ത്രീ 2 മാസം മുമ്പ് അവിടെ സ്നാനപ്പെടാൻ ഞാൻ ഓർക്കുന്നു. അവളിൽ അടങ്ങാത്തൊരാത്മാവ് ഞാൻ കണ്ടു. നേഴ്സാവള്, അടങ്ങാത്തൊരാത്മാവ് കണ്ടു. ആത്മാവ് സുവിശേഷത്തിന്റെ ആത്മാവാ. എവിടെ ചെന്നാലും പറയും, നമ്മെ കർത്താവ് ഫലമേൽപ്പിച്ചത്
നാം കൊണ്ടുപോയില്ലെങ്കിൽ ആരാ കൊണ്ടുപോകണ്ടേ? രാഷ്ട്രീയം പറയാൻ ഇവിടെ ആളുണ്ടെന്നേ, സംസ്കാരം പറയാൻ 100 കണക്കിന് പേരുണ്ടെന്നേ, മനുഷ്യന്റെ മലയാള തനിമയെ കുറിച്ച് പറയാൻ ഞാനും നിങ്ങളും ഇല്ലെങ്കിലും കേൾക്കാതെ പോകില്ല ലോകം. പക്ഷെ ക്രിസ്തുവിനെ കുറിച്ച് പറയാൻ 100 പേരില്ല, കുറച്ചു പേരേ ഉള്ളൂ. അതിലൊരാളാണ് നിങ്ങൾ, അതിലൊരാളാണ് ഞാൻ. നാം അടക്കിയാൽ ആരിത് പങ്കുവെക്കും? കേൾക്കുന്നോ? ഇനി ഞാൻ ഇതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലേക്കൊന്ന് വരിക. ഇതിനോട് ചേർത്ത് കുറച്ച് നിലകളിലേക്കൊന്ന് വരാൻ പോകുക. എന്തുകൊണ്ടാണ് നമുക്ക് സുവിശേഷം പറയാൻ വിഷമം? ഞാൻ 2-3 കാര്യം പറയാം, നോട്ട് ചെയ്യണം. ഇല്ലെങ്കിൽ ഓർത്തിരിക്കാൻ വലിയ വിഷമമുള്ളത് കൊണ്ട്, ഇതൊക്കെ വലിയ ഓർത്തിരിക്കാൻ എളുപ്പമല്ലാത്തത് കൊണ്ടും മറന്നു പോകാൻ സാധ്യതയുണ്ട്. 2-3 പോയിന്റുകൾ ഒന്ന് പറയാം, അതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. സുവിശേഷ പ്രവർത്തനത്തിലുള്ള തടസ്സം ഒന്നാമത്തേത് ഭയം തന്നെയാണ്. സുവിശേഷീകരണത്തിൽ നമ്മെ തടയുന്ന കുറ്റവാളിയുടെ പേരാ ഭയം. ഭയം. കേൾക്കുന്നോ? എന്താണ് ഭയം? അല്ലെങ്കിൽ സുവിശേഷം പങ്കുവെക്കുമ്പോൾ ഭയമാണെന്ന് പറയാൻ കാരണം എന്താ? 2-3 കാര്യം പറയാം. ഒന്ന്, സുവിശേഷം പറഞ്ഞാൽ നമ്മുടെ മുഖം നഷ്ടപ്പെടും. മുഖം നഷ്ടപ്പെടുന്ന ഷെയ്പ്പ് മാറുക എന്നല്ല. നമുക്ക് നല്ലൊരു സുഹൃത്തുണ്ട്, അവര് നല്ലൊരു മനുഷ്യനായിട്ടാണ് നമ്മളെ കാണുന്നത്. അപ്പം സുവിശേഷം പങ്കുവെച്ചാൽ അവരുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടേക്കാം. കേൾക്കുന്നുണ്ടോ? ദൈവവുമായുള്ള ബന്ധം നഷ്ടപ്പെടുത്തിയ മനുഷ്യനോട് ദൈവവുമായുള്ള ബന്ധം നേരെയാക്കണമെന്ന് ഞാൻ പറഞ്ഞാൽ എന്നോടുള്ള ബന്ധം നഷ്ടപ്പെടുമെന്ന് പേടിച്ച് ഞാൻ മിണ്ടുകയല്ല, അല്ലേ? എന്റെ ഐഡന്റിറ്റി പോവുകയല്ലേ? അവരെന്നോട് പിണങ്ങുകയല്ലേ? ഞാനിത് പറഞ്ഞാൽ എന്നോട് സൗഹൃദ ബന്ധം മാറുമോ? ഇങ്ങനെ ഭയപ്പെട്ടാണ് നാം ഇരിക്കുന്നതെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. കർത്താവിന് അവരോടുള്ള ബന്ധം നേരെയാക്കണമെന്ന് ആര് പറയും? നമ്മൾ നമ്മുടെ മുഖം രക്ഷിച്ചു, പക്ഷേ ഈ സന്ദേശം അവരുടെ അടുക്കൽ ചെന്നില്ലെങ്കിൽ നമ്മൾ കുറ്റവാളിയാകുമെന്നറിയുമോ? തിരുമുമ്പിൽ കുറ്റവാളിയാകുന്നതിനേക്കാൾ നല്ലതല്ലേ ആരുടെയെങ്കിലും മുമ്പിൽ തെറ്റിദ്ധരിക്കപ്പെടുന്നത്? കേൾക്കുന്നുണ്ടോ? അതുകൊണ്ട് ഈ ഭയം നമ്മിൽ വേണ്ടെന്നേ. നാം വഴിപിരിയും ഇവിടെ വെച്ച്, ഏത് നാഴികയിലെന്നറിയില്ല, എവിടെ വെച്ചെന്നറിയില്ല. സൗഹൃദ ബന്ധങ്ങൾക്കൊരു വഴിപിരിച്ചിട്ടുണ്ട്. നമ്മൾ കണ്ടതാണത് പലതും. ഒരുപക്ഷെ യാത്രയുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ മരണത്തോടുള്ള ബന്ധത്തിൽ വഴിപിരിയേണ്ട ബന്ധങ്ങളാണ് ഇവിടെ. അപ്പം കുറെ പേരെ ചിരിപ്പിച്ചിട്ട് നമുക്ക് എന്ത് കിട്ടാനാ ഇവിടെ? ചിരിക്കുന്നില്ലെങ്കിലും ക്രിസ്തുവിനെ കുറിച്ച് പറയണം. കേൾക്കുന്നുണ്ടോ? ഭയം നമ്മെ നിശബ്ദരാക്കരുത്. രണ്ടാമത്തെ ഭയം ജനത്തിന്റെ പ്രതികരണം, അല്ലെ? എങ്ങനെ റിയാക്ട് ചെയ്യുമെന്നറിയില്ല. മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഞാൻ ഈ പറയുന്ന അവർ റിജക്റ്റ് ചെയ്യുവോ? 2, എന്നോട് ചോദ്യം ചോദിക്കുവോ? 3, എന്നെ ഉപദ്രവിക്കുവോ? ഒന്നാമത്തെ പേടി എന്നാ? സുവിശേഷം പറഞ്ഞാൽ എന്റെ മുഖം നഷ്ടപ്പെടുവോ? സൗഹൃദ ബന്ധം നഷ്ടപ്പെടുവോ? രണ്ടാമത്തെ ചോദ്യം, ജനം എങ്ങനെ പ്രതികരിക്കും? 3 പ്രതികരണങ്ങൾ ഉണ്ടാവാം. 1, തള്ളാം, റിജക്ഷൻ. 2, ചോദ്യം ചെയ്യാം, ക്വസ്റ്റ്യനിങ്. 3, ഉപദ്രവിക്കാം, they may persecute you. അപ്പോ ഇതുണ്ടാകുന്നതിന് നല്ലത് മിണ്ടാതിരിക്കുകയല്ലേ, അല്ലേ? ശരിക്കും രക്ഷിക്കപ്പെട്ട ദൈവമക്കളോട് ഒരു കാര്യം ചോദിക്കട്ടെ, ഈ സന്ദേശം നമ്മളോട് അറിയിച്ചില്ലായിരുന്നെങ്കിൽ ഈ കൃപയിൽ നമ്മൾ വരുമായിരുന്നോ? അല്ലേ? സുരക്ഷിത ഇടങ്ങളിൽ വിഷമത അനുഭവിക്കാതെ മുമ്പോട്ട് പോകാൻ തയ്യാറുണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ സംഭവിക്കുമായിരുന്നോ? കുറച്ചു നാൾ മുമ്പ് എൻ്റെ സുഹൃത്ത് വിനോദിന്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു, ഓർക്കുന്നുണ്ടോ? നിങ്ങൾ പ്രാർത്ഥിക്കുമെന്ന് അറിയാം. ഡൽഹിയിൽ ഈ കഴിഞ്ഞ ദിവസം ആ സഹോദരി എനിക്ക് മെസ്സേജ് അയച്ചു. അദ്ദേഹത്തിന്റെ വൈഫ്, ആ സഹോദരി ഒളിച്ചു പറക്കുക, എവിടെയാണെന്ന് വെളിപ്പെടുത്താതെ.
അദ്ദേഹത്തിന്റെ കോട്ട് UP ഹൈക്കോർട്ടിലാണ് കിടക്കുന്നത്. 3 മാസമായി. ഇതുവരെ അദ്ദേഹത്തിന് നമ്പർ കിട്ടിയിട്ടില്ല, ഹിയറിംഗ് നടന്നിട്ടില്ല. കേൾക്കുന്നുണ്ടോ സഹോദരങ്ങളെ? പ്രാർത്ഥിക്കണേ. അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ 11ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിനെ സ്കൂളുകാർ ഇനി ചെല്ലണ്ടെന്ന് പറഞ്ഞു. കേൾക്കുന്നോ? എന്താ കാര്യം? കേരളത്തിൽ ഒരു സഭയുടെ പാസ്റ്ററായി ഇരിക്കാൻ പറ്റാഞ്ഞിട്ടല്ല ഇവിടെ പോയത്. കാഴ്ചപ്പാടുകൾ അവരെ വെല്ലുവിളി നിറഞ്ഞ ഇടത്തേക്ക് കൊണ്ടുപോയി. സ്തോത്രം. നമ്മുടെയൊക്കെ ഇടത്ത് നിന്ന് ഇരിക്കുമ്പോൾ, സൗകര്യങ്ങൾ ഇരിക്കുമ്പോൾ കർത്താവിന്റെ വചനത്തെ പങ്കുവെക്കുന്നതിൽ ഒരു വിഷമവും വിചാരിക്കണ്ട. കർത്താവോട് പറയുന്നു, കർത്താവെ, ഭയത്തെ അതിജീവിപ്പാൻ എന്നെ പ്രാപ്തനാക്കണം. ചോദ്യം ചോദിക്കുമെന്ന് എന്തിനാ നമ്മൾ പേടിക്കുന്നേ? പങ്കുവെക്കാൻ നമുക്കറിയില്ലെന്ന് ആരാ നമ്മളോട് പറഞ്ഞേ? കേൾക്കുന്നോ? ആശയങ്ങളുടെ ആഴം കൊണ്ടല്ല ഒരാൾ രക്ഷിക്കപ്പെടുന്നത്. പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യർ പ്രവർത്തിക്കുമ്പോഴാ. പറഞ്ഞവർ രക്ഷയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് പ്രാപ്തിയില്ല. പങ്കുവെക്കേണ്ടതിനെ പറഞ്ഞു തുടങ്ങിയാൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു തുടങ്ങും. കേൾക്കുന്നോ? പ്രഭാഷകരായി, സുവിശേഷകരായി ഞങ്ങൾക്കൊരു കാര്യം അറിയാം. ഒരു സന്ദേശം കർത്താവിന് പ്രാപിച്ച് ജനത്തിന് നൽകുമ്പോൾ ബാക്കി കാര്യം ജനവുമായി കർത്താവ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ഞങ്ങൾ. ഈ കർത്താവ് നമ്മുടെ കർത്താവാണ്. അതുകൊണ്ട് പറയണം, കർത്താവെ, ഞങ്ങളെ സഹായിക്കണം. കർത്താവ് എന്തിനാണെന്നറിയാവോ? ഈ ഭയത്തിൽ നിന്നൊരു വിടുതൽ പ്രാപിക്കാൻ. ഒന്നാമത്തെ ഭയം സുവിശേഷം പറഞ്ഞാൽ നമ്മുടെ മുഖം, സുഹൃത്ത്, ബന്ധം നഷ്ടപ്പെടുവോ? 2, ജനത്തിന്റെ പ്രതികരണം. They may reject, അവർ തള്ളാം. They may question, ചോദ്യങ്ങൾ ചോദിക്കാം. 3, അവർ ഉപദ്രവിക്കാം. അതുകൊണ്ട് മിണ്ടാതിരിക്കാം. അല്ലേ? മൂന്നാമത്തെ ഭയം എന്ന് പറയുന്നത്, ഞാൻ പറയുന്നത് തെറ്റുവോ? ഞാൻ പറയുന്നത് ശരിയാവുമോ? ഇല്ലേ? നമ്മളൊക്കെ നേരിയ ശബ്ദം കൊണ്ട് സംസാരിച്ചു തുടങ്ങിയതാ, അല്ലേ? നമ്മുടെ അമ്മയും അപ്പനും ഓരോ ഞരക്കത്തെയും ഭാഷകളായി അവർ വ്യാഖ്യാനിച്ചു. കൊച്ചമ്മ എന്ന് പറഞ്ഞപ്പോ അമ്മ പറഞ്ഞ അമ്മേനെ വിളിക്കുന്നതെന്ന്. കൊച്ചു അറിയാതെ ഉണ്ടാക്കിയ ശബ്ദത്തിന് അപ്പൻ എന്ന വാക്കിനോട് ഒരു സമാനത തോന്നിയപ്പം അപ്പൻ പറഞ്ഞു, അതെന്നെയാ വിളിക്കുന്നേ, അല്ലേ? നാമായും സ്ഫുടമായി പറഞ്ഞു തുടങ്ങിയതല്ല ഇന്നത്തെ ഭാഷയൊന്നും. ആണോ? ചെറുതായി തുടങ്ങിയതാ. തെറ്റുപോന്ന് പേടിച്ച് നമ്മൾ മിണ്ടാതിരുന്നോ? ഇല്ല. നമ്മൾ തെറ്റുകളെ അതിജീവിച്ച് മുമ്പോട്ട് വന്നു. ഇന്നൊരു പരിധിവരെ ഭാഷ കൈകാര്യം ചെയ്യാൻ നമ്മൾ പ്രാപ്തരായി. കേൾക്കുന്നുണ്ടോ? നടന്നാൽ വീഴുവോന്ന് പേടിച്ച് നമ്മൾ ഇരിക്കുകയായിരുന്നോ? കേൾക്കുന്നുണ്ടോ? എത്രയോ പേർ ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾ നാട്ടിൽ കണ്ടായിരുന്നോ? അളിയനെ യാത്രയാക്കി വന്ന ഒരു സഹോദരൻ 2 കുഞ്ഞുങ്ങളും മരിച്ചത്. അദ്ദേഹത്തിന്റെ വൈഫും കുഞ്ഞും മോളും ആശുപത്രിയില്ല. ദാരുണോ അല്ലേ? ഇതൊക്കെ നമ്മൾ കണ്ടില്ലേ? എന്നിട്ടും നമ്മൾ അടുത്ത മാസം ഡ്രൈവിംഗ് ടെസ്റ്റ് എടുക്കാൻ പോകാതിരിക്കുകയല്ലേ? എത്രയോ പേര് വണ്ടി ഇടിച്ച് പലരും മരിച്ചിട്ടുണ്ടാ. നമ്മൾ വണ്ടി ഇനി ഓടിക്കുകയെന്ന് തീരുമാനിക്കാത്ത, ഇനി ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നില്ലെന്ന് എന്താ തീരുമാനിക്കാത്ത? അപ്പോ എന്തെങ്കിലുമൊക്കെ നടക്കുമോ എന്നുള്ള പേടി നമ്മെ തടഞ്ഞില്ലെന്നല്ലേ അതിന്റെ അർത്ഥം? സുവിശേഷത്തിൽ മാത്രം എന്താ നമുക്ക് ഇത്ര ഒരു വിഷമത വരുന്നേ? നമുക്കുണ്ടാവണം. സുവിശേഷത്തിന്റെ ശക്തി എന്റെ കൂടെ കർത്താവ് തന്നിട്ടുണ്ടെങ്കിൽ ഭയമേ എന്നെ വിട്ട് നീ മാറണം. സ്തോത്രം. നാണക്കേടെ എന്നെ വിട്ട് മാറണം. ഓർത്തോടെ, കർത്താവിനെ കുറിച്ച് ഈ ലോകത്ത് പറയാൻ ലജ്ജിക്കുന്നവരുണ്ടെങ്കിൽ അതിനൊരു മറ്റൊരു മുഖം കൂടെ ഉണ്ട്. കർത്താവിന്റെ മുമ്പിലും നാം ആരാണെന്ന് പറയേണ്ട പലയിടങ്ങളിലും കർത്താവും അതേ ഭാവം സ്വീകരിച്ചാൽ ഒന്ന് ആലോചിച്ചു നോക്കിയേ. കേൾക്കുന്നോ? അതുകൊണ്ട് പ്രാർത്ഥിക്കണം.
എഫേസ്യ ലേഖനം 6:19-20 വാക്യങ്ങൾ. എഫേസ്യർ 6:19-20 വാക്യങ്ങൾ. പ്രാർത്ഥന എന്നെ പ്രാപ്തനാക്കും. കേൾക്കൂ, ഭയത്തെ മാറ്റാൻ ഉള്ള ഏറ്റവും നല്ല ആഴമായൊരു കാര്യം പ്രാർത്ഥിക്കണം. കർത്താവേ, ഭയം മാറണം, പ്രിപ്പയർ ചെയ്യണം. വേണ്ടേ? പ്രാർത്ഥിക്കണം, പ്രിപ്പയർ ചെയ്യണം. എന്നിട്ട് കർത്താവോട് പറയണം, കർത്താവേ, ഈ സുവിശേഷത്തെ പങ്കുവെക്കാനുള്ള ഭയത്തിന് എന്നൊന്ന് വിടുവിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇന്ന് പറഞ്ഞത് ഒന്നുകൂടെ ഒന്ന് റിമൈൻഡ് ചെയ്തിട്ട് മുമ്പോട്ട് പോകാം. പൗലോസ് പറയുക, ഞാൻ കടക്കാരനാണ്. 2, ഞാൻ സന്നദ്ധനാണ്. 3, ഞാൻ സുവിശേഷത്തെക്കുറിച്ച് ലജ്ജിക്കാത്തയാളാണ്. എന്നാൽ എന്തുകൊണ്ടാണ് നമുക്ക് ഈ സുവിശേഷം പറയാൻ ഇത്ര പ്രശ്നമെന്നതാണ് ഞാൻ രണ്ടാമത് ഡീൽ ചെയ്തത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഭയം എന്നുള്ള കാര്യം. സ്തോത്രം. 2, സുവിശേഷ പ്രവർത്തനം അപ്രധാനമാണെന്നുള്ള ചിന്ത. ആരെങ്കിലും ചെയ്യട്ടെന്നേ, ആരെങ്കിലും ചെയ്യട്ടെ, ഇത് ഞാൻ തന്നെ ചെയ്യണം തന്നെ നിർബന്ധം. ഇത് അപ്രസക്തമാണെന്നൊരു ചിന്ത, അല്ലേ പ്രിയപ്പെട്ടവരെ? ഇത് അപ്രസക്തമായിരുന്നെങ്കിൽ ഇത്രയും മിഷണറിമാർ ഈ സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിതരാകുകയും ദൈവവേലയുടെ വ്യാപനത്തിന് വേണ്ടി യുദ്ധം ചെയ്യുകയും ചെയ്യുമായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രസക്തിയുള്ള സന്ദേശമാണ്. ഞാൻ 2-3 കാര്യങ്ങൾ പറയാം. 1, നമുക്ക് കിട്ടിയ സന്ദേശം അതുല്യമാണ്. സുവിശേഷം പോലൊരു സന്ദേശം ലോകത്തില്ല. പ്രവൃത്തി 4:12 രക്ഷയ്ക്ക് യേശുവിലൂടെയുള്ള വഴിയാണ് വലുത്. പക്ഷെ നിർഭാഗ്യവശാൽ യേശുവിനെ മതത്തിൽ കൊണ്ട് പിശാച് കെട്ടി എന്നുള്ളതാണ് ഏറ്റവും വേദനയുള്ളൊരു കാര്യം. സാർവത്രിക രക്ഷകനെ മതത്തിന്റെ കീഴിൽ കൊണ്ടുവരുന്നതിൽ പിശാച് ജയിച്ചു. മനുഷ്യന്റെ രക്ഷകനെ മതത്തിന്റെ നേതൃനിരയിൽ നിർത്താൻ പിശാച് ശ്രമിച്ചു. ഒരു പരിധി വരെ മതനേതാക്കൾ അതിന് ആശീർവാദം കൂടെ പറഞ്ഞോടുകൂടെ പിശാച് തന്റെ പരിപാടി സമർത്ഥമായി രക്ഷിച്ചു. ഞാൻ പറയാം, യേശു സകല മനുഷ്യന്റെയും രക്ഷകനാണെന്ന് ഉറക്കെ പ്രസ്താവിക്കുന്നതാണ് സുവിശേഷം. ഒരു ചിന്ത കൂടെ നിങ്ങൾ റോമാലേഖനത്തിലുണ്ട്, അതൊന്ന് വായിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. വായിക്കാം. റോമർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം. റോമർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 24-25 വാക്യങ്ങളൊന്ന് വായിക്കാവോ? അവിടെ ഒരു ഒറ്റ വാക്ക് പറയാൻ വേണ്ടിയാ ഞാൻ ഈ പറഞ്ഞു വരുന്നത്. വായിക്കാം. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചുമിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടുവാനുള്ളതാകയാൽ തന്നെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നാം നിൽക്കുന്ന ഒരു മിനിറ്റ്. സോറി, ചാപ്റ്റർ മാറിപ്പോയത് 3-ാം അധ്യായമാണ്. 4-ാം അധ്യായം എന്റെ മെമ്മറിയുടെ പ്രശ്നമാണ്. 3-ാം അധ്യായം 24-ാം വാക്യം തൊട്ട് വായിച്ചോളൂ. അവന്റെ കൃപയാൽ ക്രിസ്തുവേശുവിങ്കിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി അത്രേ നീതീകരിക്കപ്പെടുന്നത്. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. മതി. അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നെന്ന് എന്താ അതിന്റെ അർത്ഥം? നമുക്ക് നാട്ടിലറിയാം, പൊതുസ്വത്ത് ആരും വേലി കെട്ടി സൂക്ഷിക്കുകയല്ല, അവനവൻ്റെതാക്കില്ല. നമ്മളൊക്കെ നമ്മുടെ പറമ്പിന് വേലി കെട്ടി മതിൽ കെട്ടി സൂക്ഷിക്കുമ്പോൾ ഗവൺമെന്റിന്റെ ഒരു പൊതു കിണർ എല്ലാവർക്കും ഉള്ളതാ. ഒരാളായിട്ട് മതിൽ കെട്ടിയ വിവരം അറിയല്ലേ? യേശുവിനെ നിർത്തിയിരിക്കുന്നത് മതത്തിന്റെ അകത്തല്ല, യേശുവിനെ നിർത്തിയിരിക്കുന്നത് പൊതുവായിടത്ത. അതിന്റെ അർത്ഥം എന്നാണെന്നറിയാവോ? ആർക്കും വരാം, എല്ലാവർക്കും ഉള്ളവനാണ് കർത്താവ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഈ മഹത്തായ സന്ദേശം, സുവിശേഷ സന്ദേശം, രണ്ടാമതൊന്നില്ലാത്ത ഒന്നാമത്തെ സന്ദേശമാണ് സുവിശേഷമെങ്കിൽ ഈ സുവിശേഷത്തിന്റെ പങ്കുവെക്കൽ അപ്രധാനമാണെന്ന് ആരാ പറഞ്ഞേ? അല്ല, ഇത് പ്രാധാന്യമുള്ളത് തന്നെയല്ലേ?
നമുക്ക് നമ്മോട് തന്നെ പറയണം, അതെ, ഏറ്റവും വിലപ്പെട്ടൊരു സന്ദേശമാണ് സുവിശേഷം. അത് പ്രയോജനമില്ലാത്തതല്ല, അത് പ്രാധാന്യം കുറഞ്ഞതുമല്ല. സ്തോത്രം. 2, നമുക്ക് കിട്ടിയ കൽപ്പന പ്രാധാന്യമുള്ളതാണ്. മത്തായി 28:18 തൊട്ട് കിടക്കുന്ന ആ ഈ കൽപ്പന യേശുവിന്റെ അന്ത്യകൽപ്പന എന്നുള്ള പേരിൽ അറിയപ്പെട്ടെന്ന്. The last commandment of Jesus. Go and preach. പോകണം, പ്രസംഗിക്കണം. കേൾക്കുന്നോ? നമ്മൾ പ്രാർത്ഥിക്കുക, കർത്താവേ, സഭയിലോട്ട് ആൾ വരണം. Let them come. പക്ഷെ കർത്താവ് നമ്മോട് പറയുന്ന ഒരു കാര്യം, ഗോ. ഇത് തമ്മിൽ പൊരുത്തപ്പെട്ടു പോകാൻ വലിയ പാടല്ലേ? കർത്താവ് പറയുന്നത് ആദ്യം പോകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. കേൾക്കുന്നുണ്ടോ? വരാൻ വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചാൽ എങ്ങനെ വരുമെന്ന് ഈ പറയുന്നേ? കേട്ടിട്ടില്ലാത്തവരെ എങ്ങനെ വിശ്വസിക്കും? കേൾക്കണ്ടേ? കേൾക്കണമെങ്കിൽ പറയണ്ടേ? പറയണമെങ്കിൽ പോണ്ടേ? സഭകളുടെ ഏറ്റവും വലിയ ഒരു രസം എന്ന് പറയുന്നത്, കർത്താവോട് പറയും, കർത്താവ് എല്ലാവരും ഇങ്ങോട്ട് പോന്നോട്ടെ. കർത്താവ് പറയുന്ന ഒരു കാര്യം, ഇങ്ങോട്ട് പോരാനല്ലല്ലോ ഞാൻ പഠിപ്പിച്ചേക്കുന്നേ, അങ്ങോട്ട് പോകാനല്ലേ. കേൾക്കുന്നുണ്ടോ? അപ്പൊ ഒരു പ്രാർത്ഥന നിർത്താൻ വേണ്ടി ഞാൻ ആവശ്യപ്പെടുക. എന്താ പ്രാർത്ഥന നിർത്താന്നറിയോ? അങ്ങോട്ട് പോകാൻ മനസ്സില്ലെങ്കിൽ, കർത്താവേ, ഈ ഞങ്ങളുടെ സഭയിലൂടെ ഒത്തിരി പേര് വരണേ എന്നുള്ള പ്രാർത്ഥന നിർത്തിയേക്ക. എന്നോട് പൊരുത്തപ്പെട്ടു പോവുകയില്ല. കർത്താവിന്റെ കൽപ്പന പോകാനാ. കേൾക്കുന്നുണ്ടോ? പോകാനാ കർത്താവ് പറഞ്ഞത്. സന്ദേശവുമായി പോവുക. സ്തോത്രം. നിങ്ങൾ ഇട്ടേച്ച് പോകരുത് കേട്ടോ. ക്ലാസ് നിർത്തി പോണ്ട. നമുക്ക് പ്രയോജനപ്പെടണം, ഫലവത്താവണം. കേൾക്കുന്നല്ലോ? നമ്മൾ സോപ്പിട്ടൊക്കെ പറഞ്ഞു നിർത്തിയിട്ട് എന്താ ഈ കാര്യം? എന്നെ കൊണ്ട് നിങ്ങൾക്കും വലിയ നേട്ടമൊന്നുമില്ല, നിങ്ങളെ കൊണ്ട് എനിക്കും വലിയ നേട്ടമൊന്നുമില്ല. പക്ഷെ നമുക്ക് ദൈവത്തിന്റെ വചനം പറയേണ്ടതുപോലെ പറഞ്ഞില്ലെങ്കിൽ എവിടെയാ നമുക്ക് പ്രയോജനം വരുന്നത്? അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കണം, കർത്താവെ, പോകാൻ ഞങ്ങളെ പഠിപ്പിക്കണേ, പങ്കുവെക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണേ, ആ മനസ്സ് ഞങ്ങൾക്ക് തരണേ. സ്തോത്രം. ചെറുതല്ല ഞാൻ ഈ പറയുന്നത്, നിങ്ങളുടെ പാസ്റ്റർക്കൊക്കെ അറിയാം. ഞങ്ങളുടെ ഒരു സുഹൃത്തുണ്ട്, പാസ്റ്റർ ടോണി. നിങ്ങൾക്ക് അറിയാവുന്ന ആളാന്ന് എനിക്കറിയാം. അദ്ദേഹത്തെ നിങ്ങൾക്ക് പരിചയമുണ്ട്. അദ്ദേഹത്തിന്റെ ഒപ്പം പ്രവർത്തിക്കുന്ന ഒരു അനൂപും ഒരു ഐറിനും ഉണ്ട്. ഐറിൻ NJ യൂണിവേഴ്സിറ്റിയിൽ MSCയിൽ റാങ്ക് ഹോൾഡർ ഐറിൻ. അനൂപ് ഡൽഹി മെട്രോയിലും കൊച്ചി മെട്രോയിലും ഒക്കെ പണി ചെയ്ത, അല്ലെങ്കിൽ അതിന്റെ എഞ്ചിനീയറിംഗ് ടീമിലുള്ള ഒരാളാ. രണ്ടുപേർക്കും അകത്തൊരാഗ്രഹം, ദൈവവേലയുടെ ഭാഗമാകണം. നിങ്ങൾ കേട്ടോ? ഐറിൻ ടീച്ചറായിരുന്നു, റാങ്ക് ഹോൾഡറാ. അത് രണ്ടും അവര് വേണ്ടെന്ന് വെച്ചു. ഇന്ന് നേപ്പാളി മല കയറിക്കൊണ്ടിരിക്കുക. ഒറ്റൊരു ചോദ്യം, ഇവര് മണ്ടരായതുകൊണ്ടാണോ? അല്ല, പ്രതികരിച്ചു എന്നതാണ് അവിടെ ഏറ്റവും വലിയ കാര്യം. ഞാൻ പറയുന്നത് പ്രൊഫഷൻ വലിച്ചെറിഞ്ഞു പോകാനല്ല, മിഷൻ വലുതാണെന്ന് പറയാൻ വേണ്ടിയാ. കേൾക്കുന്നോ? നമ്മുടെ മിഷൻ വലുതാ. സ്തോത്രം. അതുകൊണ്ട് ചെയ്യണം, പറയണം, ആക്റ്റീവ് ആകണം. ദൈവസഭയിൽ നമ്മെ കൊണ്ടുള്ള ഉപയോഗം കർത്താവിനെ പങ്കുവെക്കാനുള്ളതാണെന്നൊരു തിരിച്ചറിവ് വലുതാണ്. ഒന്ന്, സുവിശേഷ അപ്രധാനമാണല്ലോ ചിന്തയുടെ ഒന്നാമത്തെ കാരണം. ആമേൻ. നമ്മൾ തിരുത്താനുള്ള കാരണം നമുക്ക് കിട്ടിയ സന്ദേശം അതുല്യമാണ്. 2, നമുക്ക് കിട്ടിയ കൽപ്പന പ്രാധാന്യമുള്ളതാ. 3, നമുക്ക് കിട്ടിയ സമയം പരിമിതിയാ. ഓൺലി ലിമിറ്റഡ് ടൈം. കേട്ടോ? നമ്മുടെ ടൈം കുറച്ചേ ഉള്ളന്നേ. ഇപ്പോ സ്ഫുടമായി പറയാൻ പറ്റും. ഒരു 70 80 ഒക്കെ കഴിയുമ്പോ വാക്കിന് വേഗത കുറയും. കേൾക്കുന്നോ? ഇപ്പൊ കുതിരകളാ നമ്മൾ. പ്രായമുള്ളവർ കേൾക്കണ്ട, എന്നോട് പിണങ്ങും, അതുകൊണ്ട് പറയാം. ഒരു 70 ഒക്കെ ആകുമ്പോഴത്തേനെ വീട്ടുകാവലിന്റെ ജോലിയായി പോകുന്നേ.
മക്കളെ നോക്കുന്ന ജോലിയായി പോകും നമുക്കൊക്കെ. ഇന്ന് കുതിരയായി ജീവിക്കുക, കരുത്തുറ്റ കുതിരയായി. കുറച്ചു കഴിയുമ്പം ജീവിതത്തിന്റെ ഭാരമൊക്കെ ചുമക്കുന്ന ഒരു കഴുതയുടെ റോളിലോട്ട് എല്ലാവരും വരും. ഉത്തരവാദിത്വം കൂടി, ഭാരം കൂടി. അതൊക്കെ കഴിഞ്ഞ് പ്രായം കൂടിക്കഴിയുമ്പോ വീട്ടുകാവൽക്കാരുടെ ജോലി വരും. ഇത്രയേ ഉള്ളൂ മനുഷ്യ ജീവിതം. അതുകൊണ്ട് ഓർത്തോണം, പിരിഞ്ഞു പോകുന്ന ബന്ധങ്ങൾക്ക് നടുവിൽ പിരിഞ്ഞു പോകും മുമ്പ് കൊടുക്കേണ്ടവനെ കൊടുക്കാതെ വിട്ടുകളയരുത് ആരെയും. കേൾക്കുന്നോ? ഒറ്റ വാക്കെങ്കിലും പറയാൻ നമുക്ക് കഴിയണം. യേശു രക്ഷകനാണെന്ന് പോലും, അല്ലെ? ചിരിപ്പിക്കുന്ന മുഖത്തോടെ ഈ ഭൂമിയിൽ പാർത്ത് കർത്താവിനെ കരയിപ്പിച്ച് മടങ്ങിപ്പോയിട്ട് എന്താ കാര്യം? അവിടെ കാണേണ്ടുന്നൊരു മുഖം കർത്താവിന്റെ മുഖമല്ലേ? അവസരങ്ങൾ കിട്ടിയത് മുഴുവൻ നാം നശിപ്പിച്ച ശേഷം അവൻ പിന്നീട് ദുഃഖിച്ചിട്ട് എന്താ കാര്യം? അതുകൊണ്ട് വഴി പിരിയും മുമ്പ് പങ്കുവെക്കാനുള്ളത് പങ്കുവെക്കണം. കാരണം ടൈം ഈസ് ഷോർട്ട്. സമയം ചെറുതാന്നേ, അത് പെട്ടെന്ന് പോകും. ഓർക്കുന്നില്ലേ? സ്കൂളിലേക്ക് പോയി 10ൽ പഠിച്ചതും കോളേജിലേക്ക് പോയതും ഇന്ന് പെട്ടെന്ന് പറന്നുപോയെന്ന് തോന്നുന്നില്ലേ? എനിക്ക് 52 വയസ്സായി. എനിക്കത് ഉൾക്കൊള്ളാൻ ഇപ്പൊ വലിയ പ്രയാസമാകാൻ തുടങ്ങി. ഞാനിപ്പോഴും ഒരു 22ന്റെ നിലയിലൊക്കെ ജീവിക്കണം എന്നൊക്കെ ചിന്തിക്കുമ്പോഴും ഇടയ്ക്ക് മുട്ടിനൊക്കെ ഒരു ചെറിയ വേദന തുടങ്ങുമ്പം എന്നോട് ശരീരം പറയാൻ തുടങ്ങുക, നീ ഉദ്ദേശിക്കുന്ന പോലെ നീ വളർന്നു വരികയല്ല, നീ കുറഞ്ഞു വരിക. നിങ്ങളോട് സ്നേഹത്തോട് കാര്യം പറയട്ടെ, 1ാമത്തെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന കുഞ്ഞിനെ കയ്യിൽ എന്തിട്ട് പറയും അവളും അവനും വളർന്നു വരിക. സത്യത്തിൽ അതൊരു സത്യമാണെന്ന് തോന്നിയാലും മറുവശം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിയമിക്കപ്പെട്ട ആയുസ് കുറഞ്ഞു വരിക എന്ന്. എനിക്ക് 80 വയസ്സേ കർത്താവ് വെച്ചിട്ടുള്ളതെന്നിരിക്കട്ടെ, അത്രയൊക്കെ ഉണ്ടോ എന്ന് ആർക്കറിയാം. എന്നാലും പ്രതീക്ഷയോടെ ഒരു 80 അങ്ങ് പറഞ്ഞേക്കാം, ഇരിക്കട്ടെ. അപ്പം എനിക്കൊരു 25 വയസ്സായപ്പം, അല്ലെങ്കിൽ എനിക്കൊരു 18 വയസ്സായപ്പം ഞാൻ ചിന്തിക്കാൻ ഞാൻ വളർന്നു വരിക. പക്ഷേ ഓർത്തേ, 22, 23 23, 24 വളർച്ചയുടെ ഒരു ഭാഗം ഉള്ളപ്പോൾ മറുഭാഗം ശ്രദ്ധിച്ചിട്ടുണ്ടോ? കൗണ്ട് ഡൗൺ അല്ലേ? താഴോട്ട് എണ്ണി വരിക. 80-ന്ന് 20 ആയപ്പോഴത്തേന് ബാക്കിയുള്ളത് 60 ഉള്ളൂ. അപ്പൊ വളർച്ച എന്ന് നാം പറയുമ്പോൾ മറുഭാഗത്തെ കാണാതെ പോകരുതെന്ന് പറയാനാണ് ഞാൻ ഈ ആശയം കൊണ്ടുവന്നത്. അതുകൊണ്ട് നമുക്ക് കിട്ടിയ സുവിശേഷത്തിന്റെ സമയം പങ്കുവെക്കാനുള്ള സമയം പരിമിതമായതുകൊണ്ട് എന്തു ചെയ്യണം? ഇപ്പോൾ മിണ്ടാതിരിക്കരുത്. ഇത് ദൈവം തന്ന സമയമാണ്. ആ സമയത്തെ കർത്താവിനെ പങ്കുവെക്കുവാൻ നമുക്ക് ഏറ്റവും വലിയ ചിന്ത ഉണ്ടാകണം. 4, നമുക്ക് കിട്ടിയ ബോധ്യം വലുതാണ്. നമുക്ക് കിട്ടിയ ബോധ്യം വലുതാണ്. 1, നമുക്ക് കിട്ടിയ സന്ദേശം അതുല്യമാണ്. 2, നമുക്ക് കിട്ടിയ കൽപ്പന പ്രാധാന്യമുള്ളതാണ്. 3, നമുക്ക് കിട്ടിയ സമയം പരിമിതമാണ്. 4, നമുക്ക് കിട്ടിയ ബോധ്യം വലുതാണ്. ഒരു ചോദ്യം ചോദിക്കട്ടെ, നമ്മൾ നരകത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഇപ്പോൾ അടുത്ത ചോദ്യത്തിന് പ്രസക്തി ഇല്ലല്ലോ. മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കുന്നുണ്ടോ നമ്മള്? സത്യസായിന്തമായിട്ട് ഉണ്ടോ ഇല്ലോ എന്നൊന്ന് പറഞ്ഞാൽ മതി. ഉണ്ടോ? അതോ ഇവിടെ കൊണ്ട് തീരുമെന്നാണോ ചിന്തിക്കുന്നത്? ഇല്ല, നിങ്ങളെ ഞാൻ വിഷമിപ്പിക്കുന്നില്ല. പൊതുവായി ഞാൻ അങ്ങ് പറഞ്ഞേക്കാം, നമ്മളൊക്കെ മരണം കൊണ്ട് തീരാത്ത ജീവനിൽ വിശ്വസിക്കുന്നു, സ്വർഗമുണ്ടെന്ന് വിശ്വസിക്കുന്നു, നരകമുണ്ടെന്ന് വിശ്വസിക്കുന്നു, ഇല്ലേ? ഇനിക്കട്ടെ, നമ്മുടെ ഏറ്റവും അടുത്തയാളെ ഈ നരകത്തിൽ കെടാത്ത തീയുണ്ടെന്നാ വിശ്വസിക്കുന്നത്, അല്ലേ? അതിന് ഏറ്റവും വലിയ ഭാഗം പോട്ടെ, ദൈവത്തിന്റെ സാന്നിധ്യം വിട്ടു പോകുന്നു എന്നുള്ളതാണ് നരകത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം. അവിടുത്തെ തീയിനെ പുഴുവിനേക്കാളും കൂടുതൽ കർത്താവിന്റെ സാന്നിധ്യം വിട്ടു പോകുന്നു എന്നുള്ളതാണ്. അപ്പൊ സ്വർഗം എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ സാന്നിധ്യത്തെ അനുഭവിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് സ്വർഗത്തിന്റെ പ്രത്യേകത. ഞാനവിടെ പോകുന്നത് അവിടുത്തെ സ്വർണം പിരിച്ച സ്ഥലമൊന്നും കാണാൻ വേണ്ടിയല്ല. അങ്ങനെയാണെങ്കിൽ ബ്രൂണയുടെ സുൽത്താൻ ഇപ്പൊ താമസിക്കുന്ന സ്വർഗത്തിലാണെന്ന് എനിക്ക് പറയേണ്ടി വരും. ഞാൻ കേട്ടിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാഷ്റൂമിലെ സെറ്റപ്പ് പോലെ സ്വർണം കൊണ്ടുള്ളതാണ്. അപ്പം ഈ സ്വർഗം അങ്ങേര് കാശുണ്ടാകുന്നത് ഭൂമിയിലാക്കി. ആ സ്വർഗം എനിക്ക് വേണ്ട. എന്റെ സ്വർഗം സ്വർണത്തിന്റെ സ്വർഗമല്ല,
എന്റെ സ്വർഗം നാഥന്റെ സാന്നിധ്യമുള്ള സ്വർഗമാ. അതാ ആമേൻ വേദപുസ്തകത്തിന്റെ ക്രമം. കേൾക്കുന്നുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നരകം സത്യമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നിരിക്കട്ടെ. നമ്മളെ ജനിപ്പിച്ച അപ്പൻ, നമ്മളെ നൊന്തുപറ്റ അമ്മ, നമ്മെ താങ്ങിയും തലോടിയും വളർത്തിയ ജ്യേഷ്ഠ സഹോദരൻ, ജ്യേഷ്ഠ സഹോദരി, നമ്മളുടെ പരിലാളന അനുഭവിച്ച് വളർന്ന നമ്മുടെ കുഞ്ഞിപ്പങ്ങൾ, കുഞ്ഞനുജൻ, അവർ രക്ഷിക്കപ്പെട്ടില്ലെന്നിരിക്കട്ടെ. എവിടെ പോകുമെന്നാണ് നമ്മൾ ധരിച്ചു വച്ചേക്കുന്നത്? കേൾക്കുന്നോ? വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ദൈവനം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നരകത്തിന്റെ ഭീകരതയെക്കുറിച്ച് ഒരു ദൈവദാസൻ ഞങ്ങൾ ബൈബിൾ കോളേജിൽ പഠിപ്പിക്കാൻ, നരകത്തിന്റെ ഈ ചാർട്ടൊക്കെ പഠിച്ച് രക്ഷിക്കപ്പെടാത്തവർ എവിടെ പോകുന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പം അന്ന് എൻ്റെ ക്ലാസ് ഉണ്ടായിരുന്ന ഒരു ബേബിച്ചൻ അലറിക്കരഞ്ഞു ക്ലാസ്സിൽ. ഞങ്ങൾ പേടിച്ചു പോയി. ഈ നരകത്തിന്റെ സ്ഥിതിയൊക്കെ കേട്ടപ്പോൾ പുള്ളി പേടിച്ചിട്ട് വെപ്രാളം കാണിച്ചാണ്. അല്ല, അദ്ദേഹം കരഞ്ഞു പറഞ്ഞു, എൻ്റെ അപ്പൻ രക്ഷിക്കപ്പെട്ടില്ലെന്ന്. കേൾക്കുന്നോ? ദുഃഖത്തിൽ നിന്നുളവാകുന്നതാവണം നമ്മുടെ മിഷൻ. നഷ്ടപ്പെട്ടവരെ കുറിച്ചുള്ള വേദന നമ്മുടെ വായെ തുറപ്പിക്കണം. ഒന്നെങ്കിൽ നമുക്കിതൊരു കഥയാണെന്ന് പറയണം. കഥയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കഥ മറ്റുള്ളവർ പറഞ്ഞിട്ട് എന്താ കാര്യം? അല്ലെങ്കിൽ ഇത് സത്യമാണെന്ന് വിശ്വസിക്കുന്നെങ്കിൽ ഈ സത്യത്തെ പങ്കുവെക്കാൻ നമുക്ക് താല്പര്യം ഉണ്ടാവണം. കേൾക്കുന്നോ? അപ്പോ നമുക്ക് കിട്ടിയ ബോധ്യങ്ങളിൽ ഒന്ന്, നരകം യാഥാർത്ഥ്യമാണ്. ആണോ? ഈ ബോധ്യം നമുക്ക് കിട്ടിയിട്ടുണ്ടോ? രണ്ടാമത്തെ ബോധ്യം ശ്രദ്ധിച്ചേ, മരണത്തോടെ അവസരം തീരുന്നു. ലൈഫ് ആഫ്റ്റർ ഡെത്ത്, മരണാനന്തര ജീവിതത്തില് തിരഞ്ഞെടുപ്പില്ല, തിരുത്തലില്ല, തീരുമാനവും ഇല്ല. ഓൺലി റിവ്യൂ ഉള്ളൂ. തിരുത്തലില്ല, തീരുമാനമില്ല, തിരഞ്ഞെടുപ്പില്ല. അത് ഈ ആയുസ്സിൽ അവസാന ശ്വാസം വലിച്ചോടുകൂടെ തീർന്നു. കേൾക്കുന്നുണ്ടോ? അപ്പോ നമ്മുടെ ഒരാൾ കർത്താവിനെ കുറിച്ച് കേട്ടില്ലെങ്കിൽ ഇത് അപ്രധാനമുള്ളതാണെന്ന് നമ്മളോട് ആരാ പറഞ്ഞേ? അല്ലേ? അതുകൊണ്ട് തിരുത്തണം. സുവിശേഷം അപ്രധാനമല്ല, ഇത് പ്രാധാന്യമുള്ള സന്ദേശം. ആരാ പറയേണ്ടത്? പാസ്റ്റർ ബ്ലസൻ വർഗീസ് ആണോ? അല്ല, ഞാനും പറയണം, നമ്മൾ പറയണം. കാരണം ഞാൻ അനുഭവിച്ചെങ്കിൽ ഞാൻ പറയണം. കേൾക്കുന്നോ? എന്നെ നിയോഗിച്ചെങ്കിൽ ഞാൻ നിയോഗിക്കണം. ആത്മീയത ഒരു ചെറിയ പ്രശ്നം കൂടെ പറഞ്ഞ് 2 മിനിറ്റ് കൂടെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ തീർത്തോളാം. കേൾക്കണേ. നമുക്ക് കഴിച്ചാലല്ലേ നമുക്ക് വിശപ്പ് മാറുള്ളൂ? അതോ നമ്മുടെ വൈഫോ നമ്മുടെ ഭർത്താവും കഴിച്ചാൽ നമ്മുടെ വിശപ്പ് മാറുമോ? ഇല്ല, നമ്മൾ കഴിക്കണം, അല്ലേ? നമ്മൾ കുളിച്ചാലല്ലേ നമ്മൾ ശുദ്ധരാവുള്ളൂ? എൻ്റെ വൈഫ് പല്ല് വെക്കുന്നുണ്ട്, അവള് പല്ല് വെക്കുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് പല്ല് വെക്കണ്ടെന്നൊരു ചിന്ത ഉണ്ടാവുമോ? ഇല്ല. എനിക്ക് വേണ്ടി ഞാൻ കഴിക്കണം, ഞാൻ ശ്വസിക്കണം, ഞാൻ ചെയ്യണം, വേണ്ടേ? പിന്നെ ഈ ആത്മീക കാര്യത്തിൽ മാത്രം ഇത് നമ്മളെ ആരെ തെറ്റിപ്പഠിപ്പിച്ച് എൻ്റെ ഭാര്യ ഉപസിക്കുന്നു, എൻ്റെ സഭ പ്രാർത്ഥിക്കുന്നു, അതുകൊണ്ട് ഞാൻ സുഖമായിട്ട് ജീവിക്കാന്നാണോ? ധാരണകൾ തെറ്റാനുള്ള കാരണം നമുക്ക് അറിയാൻ മേലാഞ്ഞിട്ടല്ല, ഇത് മതി എന്നുള്ളത് കൊണ്ടാണ്, അല്ലേ? നമ്മൾ ആവശ്യം ഉപസിക്കില്ല, ഭാര്യ ഉപസിക്കാം. ആ ആനുകൂല്യത്തിൽ നമുക്ക് നമ്മുടെ വ്യക്തിവിധത്തെ കൊണ്ടുപോകാമെന്നാണോ പറ്റുന്നത്? ശ്രദ്ധിച്ചു കേട്ടോ. വ്യക്തിപരമായി ഉപസിക്കുന്നത് വ്യക്തി ജീവിതത്തിന്റെ അക്കൗണ്ടിലേ വരുള്ളൂ. മറ്റൊരാളെ പരിചയിപ്പിച്ചിട്ട് കിടന്നുറങ്ങാനുള്ളതല്ല യുദ്ധം. നമ്മുടെ പരിചയം നമ്മൾ പിടിച്ചോണം. കേൾക്കുന്നോ? ഈ ബോധ്യം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവണം. സമയം തീർന്നതുകൊണ്ട് അടുത്ത 1-2 ഭാഗങ്ങളിലൂടെ സുവിശേഷീകരണത്തോടുള്ള ബന്ധത്തിൽ പറയാനുണ്ട്.
അടുത്ത ആഴ്ച എന്നത് പറയാമെന്ന് വിശ്വസിക്കുന്നു. ഒന്നുകൂടി ഞാൻ പറഞ്ഞത് പറയട്ടെ. ഉത്തരവാദിത്വങ്ങളെ ഉള്ളിൽ കൊണ്ട് നടന്ന മനുഷ്യൻ പറഞ്ഞു, ഞാൻ കടക്കാരനാണ്. ആ മനുഷ്യൻ ആവർത്തിച്ചു, അതുകൊണ്ട് ഞാൻ സന്നദ്ധനാണ്. ആ മനുഷ്യൻ സുവിശേഷത്തെ ഉയർത്തിക്കാണിച്ചിട്ട് പറഞ്ഞു, ഇതിനെക്കുറിച്ച് ഞാൻ ലജ്ജിക്കുന്നില്ല. നമുക്ക് നമ്മോട് തന്നെ പറയണം, ഇതെന്റെ കടമയാണ്, എന്റെ കടമയാണ്, ഞാൻ ചെയ്യേണ്ടതാണത്, അല്ലേ? അതിന്റെ 2 തടസ്സങ്ങളെ ഞാൻ വിശദീകരിച്ചുള്ളൂ. ഒന്നാമത്തേത് ഭയം. സൗഹൃദം നഷ്ടപ്പെടുവോ, എന്റെ മുഖം നഷ്ടപ്പെടുവോ, എന്നെ കുറിച്ച് അവിടെ ധാരണ നഷ്ടപ്പെടുവോ ഞാൻ പറഞ്ഞ. 2, ഈ സുവിശേഷം ഞാൻ പറഞ്ഞു കഴിയുമ്പോ സംഭവിക്കുന്ന ഒരു കാര്യം, എങ്ങനെ പ്രതികരിക്കും? തല്ലുവോ, റിജക്റ്റ് ചെയ്യുവോ, എന്നോട് ചോദ്യം ചോദിക്കുവോ, പറയുന്നത് തെറ്റുവോ എന്നുള്ള പേടിയും എന്റെ അകത്തുണ്ട്. സ്തോത്രം. 2ാമത്തെ ചിന്ത, സുവിശേഷം അപ്രധാനമാണുള്ള ചിന്ത. ഞാൻ നിങ്ങളോട് പറഞ്ഞു, നമുക്ക് കിട്ടിയ സന്ദേശം അതുല്യമാണ്, നമുക്ക് കിട്ടിയ കൽപ്പന പ്രാധാന്യമുള്ളതാണ്, നമുക്ക് കിട്ടിയ സമയം പരിമിതമാണ്, നമുക്ക് കിട്ടിയ ബോധ്യം വലുതാ. എന്താ ഈ ബോധ്യം? 1, നരകം യാഥാർത്ഥ്യമാണെന്നുള്ള ബോധ്യം. 2, മരണത്തോടെ അവസരം തീരുന്നു എന്നുള്ള ബോധ്യം. 3ാമത്തേത്, രക്ഷയ്ക്ക് സുവിശേഷമല്ലാതെ വേറൊന്നില്ലെന്നുള്ള ബോധ്യമുണ്ടോ? ഒറ്റ ചോദ്യം ചോദിച്ചു നിർത്തട്ടെ. ഈസ് ഇറ്റ് വൺ എമംഗ് മെനി? സുവിശേഷം പലതിലൊന്നാണോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയണ്ട, പലതുണ്ടല്ലോ. പക്ഷെ സുവിശേഷമാണ് രക്ഷയുടെ സന്ദേശം എന്ന് ചിന്തിക്കുന്നുണ്ടോ? അങ്ങനെ പറഞ്ഞേ മതിയാവും. നീണ്ട പ്രഭാഷണങ്ങളോ പൊതു മീറ്റിങ്ങുകളോ നമുക്ക് കിട്ടുന്ന നിർബന്ധമൊന്നുമില്ല. കിട്ടുന്ന അവസരത്തിൽ എൻ്റെ ജീവിതത്തെ പരിവർത്തനത്തിലേക്ക് കൊണ്ടുവന്നത് യേശുവാണെന്ന് പറയുക. ഒറ്റ വാക്കൂടെ പറയട്ടെ, വാക്കിനേക്കാൾ കൂടുതൽ സംസാരിക്കുന്നതും വാക്കിനേക്കാൾ കൂടുതൽ സ്വാധീനിക്കുന്നതും ജീവിതമാണെങ്കിൽ, സുവിശേഷത്തിന് യോഗ്യമണ്ണം ജീവിച്ചാൽ വിശദീകരണങ്ങൾ കുറച്ചു മതി. ഞാൻ നിർത്തുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. രാത്രി നമ്മളെ കേൾപ്പിച്ച നല്ല വചനങ്ങൾക്കായി സ്തോത്രം ചെയ്യാം. പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഒരിക്കൽ കൂടെ നമുക്കൊന്ന് അയവിറക്കാം. പൗലോസ് പറഞ്ഞതുപോലെ സുവിശേഷത്തിനായി ഞാൻ കടക്കാരനാണ്. ഫോർ ദ ഗോസ്പൽ ഓഫ് ഗോഡ്. 2, പൗലോസ് പറഞ്ഞ I'm ready to preach the gospel of God at any time. And 3rd, Paul said I'm not ashamed to preach the gospel of God. 3 കാര്യങ്ങളാണ് പൗലോസ് അവിടെ എടുത്തു പറയുന്നത്. 3 അയാംസ് ആണ്, 3 ഞാൻ എന്ന വാക്കുകളാണ്. 1, ഞാൻ സുവിശേഷത്തിന് കടക്കാരനാണ്. 2, ഞാൻ സുവിശേഷത്തിന് വേണ്ടി തയ്യാറാണ്. 3, ഞാൻ സുവിശേഷത്തിന് വേണ്ടി ലജ്ജിക്കുന്നില്ല. Then we studied what is hindering us from preaching the gospel of God. 1, നമ്മൾ കേട്ടു ഭയം. 2, അപ്രാധാന്യം. Gospelization is insignificant. Thinking the gospelization is insignificant. That is hindering us from spreading the gospel of God. വളരെ വ്യക്തമായി പരിശുദ്ധാത്മാവ് സുവിശേഷീകരണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും നമ്മൾ എങ്ങനെ സുവിശേഷീകരിക്കണം, ഏമൻ ഹല്ലേലൂയ, അതിലുള്ള നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ എന്താണെന്ന് ഏമൻ ഹല്ലേലൂയ പ്രിയ കർത്തദാസനുടെ പരിശുദ്ധാത്മാവ് നമ്മളെ കേൾപ്പിച്ചു, നമ്മളെ പഠിപ്പിച്ചു. ഈ ദിവസങ്ങൾ സഭയായി നമുക്ക് അതിനായി ഉണരാം, അതിനായി നമുക്ക് പ്രയത്നിക്കാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പ്രിയ കർത്തദാസന് തിരക്കുകൾ ഉണ്ടായിട്ടും നമ്മുടെ ഇടയിൽ വന്നിന്ന് ക്ലാസ്സിലെത്തല്ലോ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രിയ കർത്തദാസനെ കുടുംബത്തെ ദൈവങ്ങളിലേക്ക് സമർപ്പിക്കാം. പ്രത്യേകിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ പാസ്റ്റർ വിനോദ് ആൻഡ് ഫാമിലി ഓർത്ത് പ്രാർത്ഥിക്കാം. കേട്ട വചനങ്ങൾക്ക് മുമ്പായി നമ്മളെ തന്നെ താഴ്ത്താം. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ സ്റ്റാനിച്ചാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. പ്രിയ സ്റ്റാനിച്ചാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സോദരം ഞങ്ങൾ തന്നെ സ്വർഗ്ഗസ്ഥനായ പിതാവേ, അനുഗ്രഹപ്പെട്ട ഈ സമയത്തിനായി അങ്ങേ വാഴ്ത്തു ചെയ്യുന്നു. ബൈബിൾ ക്ലാസ്സിലെ 6ാമത്തെ സെഷനിൽ കർത്താവ് ഞങ്ങൾക്ക് ജോയിൻ ചെയ്യുവാനായിട്ട് ഇത്ര പേർക്ക് ഞങ്ങൾ ദൈവമിടയാക്കിയവൻ കൃപകൾക്കായി അങ്ങ് വാഴ്ത്തു ചെയ്യുന്നു. കർത്താവെ ഹല്ലേലൂയ. അങ്ങയുടെ ഒരു ദാസന്റെ ത്രൂ ആയിട്ട് കർത്താവ് ഹല്ലേലൂയ ഞങ്ങൾക്ക് കർത്താവെ കേൾപ്പിക്കട്ടെ. നല്ല കർത്താവെ ഹല്ലേലൂയ ചിന്തകൾക്കായി കർത്താവെ ഹല്ലേലൂയ പഠനത്തിനായി കർത്താവ് ഹല്ലേലൂയ
അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാനായിട്ടൊക്കെ ഞങ്ങളെ ദൈവം സഹായിച്ച വൻകൃപകൾക്കായി അങ്ങ് വാഴ്ത്തു സ്വീക തലസലെ ഹല്ലി ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങൾ എപ്പോഴും ഒരുക്കത്തോടെ ആയിരിക്കുവാനായിട്ട് കർത്താവ് സലെ ഹല്ലി ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങളിൽ ഏൽപ്പിച്ചേക്കുന്ന കർത്താവ് സലെ ഹല്ലി ഹല്ലേലൂയ കടമ കർത്താവ് സലെ ഹല്ലി ഹല്ലേലൂയ. വി ആർ ഓൾ ഡെപ്റ്റേഴ്സ് ലോർഡ് ഹല്ലി ഹല്ലേലൂയ. കർത്താവെ ഹല്ലേലൂയ, മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്ന കർത്താവെ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവെ ഹല്ലേലൂയ, ആ സമയം വരെയും കർത്താവ് സലഹല്ലിയ കടം കർത്താവ് ഞങ്ങളുടെ മേലുണ്ടെന്നുള്ള കേൾക്കുവാനായിട്ട് ദൈവം ഇടയാക്കി ലോർഡ് തല സലഹല്ലിയ. കർത്താവെ, ആ പൂർണ്ണ ബോധത്തോടെ കർത്താവ് സലഹല്ലി ഹല്ലേലൂയ ഞങ്ങൾ അറിഞ്ഞ സത്യം മറ്റുള്ളവരിലേക്ക് കർത്താവ് ലജ്ജയില്ലാതെ കർത്താവ് സലഹല്ലി ഹല്ലേലൂയ പൂർണ്ണ ധൈര്യത്തോടെ കർത്താവ് സലഹല്ലിയ ഭയമില്ലാതെ കർത്താവ് സലഹ അത് ചെയ്യുവാനായിട്ട് ദൈവം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക സലഹല്ലിയ. പ്രത്യേകിച്ച് ഈ സമയത്ത് കർത്താവെ ഹല്ലേലൂയ വിനോദ് പാസ്റ്ററോട് പ്രാർത്ഥിക്കുക തലസിലെ കുടുംബത്തെ ഞങ്ങളുടെ കാര്യങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ, അങ്ങയുടെ നാമത്തിൽ കർത്താവ് സല്ലെ ഹല്ലേലൂയ ആയിരിക്കുന്ന സ്ഥലങ്ങൾ കർത്താവ് സല്ലെ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവെ, അങ്ങയുടെ കർത്താവെ ഹല്ലേലൂയ കൃപ കൊണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക തലസൽപ്രിയെ മോളെ ഓർത്ത് പ്രാർത്ഥിക്കുക തലസൽ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവെ ഹല്ലേലൂയ കർത്താവെ ഹല്ലേലൂയ വലിയ ദൈവം പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക തലസൽ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവെ ഹല്ലേലൂയ ശത്രു പ്രവർത്തിക്കുവാനായിട്ട് ദൈവം ഇട കൊടുക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുക തലസൽ ഹല്ലേലൂയ. കർത്താവെ ഹല്ലേലൂയ പ്രിയ ജോയ് പാസ്റ്റർ മകളുടെ കാര്യങ്ങളിലേക്ക് സോറിച്ച് പ്രാർത്ഥിക്കുക തലസൽ ഹല്ലേലൂയ. കർത്താവെ തിരക്കേറിയ കർത്താവെ സമയങ്ങളൊക്കെയും കർത്തലസിലെ വേർതിരിച്ച് ഞങ്ങൾക്ക് വേണ്ടി കർത്തലസിലെ സമയങ്ങൾ ചെലവഴിക്കുവാനായിട്ട് കർത്താവെ കാണിച്ച നല്ല മനസ്സിലെ ദൈവം ആദരിക്കുകയും ആനുകയും ചെയ്യുവാണമേ എന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് അവരെ ദൈവം ധാരാളം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ സുരകളൊക്കെ ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ഇപ്പം ഓൺലൈൻ പ്രേയർ നടന്നുകൊണ്ടിരിക്കുക എന്നുള്ളതിനെ ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരെയും ഇവരെയും താഴ്ച സമർപ്പിക്കുക തലസലല്ലേതോളം ഞങ്ങളെ സഹായിച്ചവൻ കൃപകൾക്കായി വാഴ്ത്തുകയും ഞങ്ങളെ കേട്ട വചനങ്ങൾ കർത്താവ് ഞങ്ങൾ പഠിക്കുന്ന വചനങ്ങൾ കർത്താവ് അത് വൃതാവായി പോകാതെ കർത്താവ് സലല്ലിയ കർത്താവ് അത് ഞങ്ങളുടെ പ്രവൃത്തിയിലേക്ക് മാറ്റുവാനായിട്ട് ദൈവം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. തിരുകരങ്ങളിലേക്ക് സമർപ്പിക്കും യേശുവിന്റെ നാമത്തിൽ തന്നെ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്ത ക്ലാസ് സെപ്റ്റംബർ 19 സെപ്റ്റംബർ 19 അടുത്ത ക്ലാസ് ഉണ്ടായിരിക്കും.